എന്താ ചെയ്യ, 12,000. അത്രേ ഉള്ളൂ. അതൊരു തനിക്ക് ശാസ്ത്രീയ സംഗീതം അറിയോ? കുറേശ്ശെ. അതാണ് കൊല്ലത്തോട് ഇഷ്ടത്തിലൊക്കെ. അല്ലെങ്കിലും ഈ കൊല്ലത്തിനെ പറ്റി അങ്ങനെ പറയാനോ, ഒരു ജില്ലയിലുള്ള ആളുകൾ മൊത്തം മോശമാണെന്നൊക്കെ അടച്ചാക്ഷേപിക്കുന്നത് തന്നെ എന്തൊരു മോശം. ഞങ്ങൾക്ക് പ്രധാനം ബിരിയാണിയാണ്. ഞങ്ങളുടെ ഫുഡാണെങ്കിൽ പ്രധാനം ബിരിയാണിയാണ്. പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പോ അഭിപ്രായം ചോദിച്ചപ്പോ എങ്ങനെയുണ്ട് അവിടെ? ഓ, ശബ്ദമില്ല, ഇതേ ഉള്ളൂ. പിന്നെയും ഇയാൾക്കൊരു സങ്കടമാവുമെന്ന് പേടിച്ചിട്ട് അയാള് കൊള്ളാം, നല്ല വെളിപ്പാ, അത്രേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പൊ അവരുടെ എക്സ്പ്രഷൻ അത്രേ ഉള്ളൂ. ചിരിക്കാനൊക്കെ ഭയങ്കരമായ മടിയാണ്. ആ ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് ചിലപ്പോഴെങ്കിലും. എന്നതുകൊണ്ട് ഈ കോഴിക്കോട്ടുകാർക്ക് മുഴുവൻ ഞങ്ങൾ അടച്ചു തരാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന്റെ കൂടെ അങ്ങ് നൈസിലെടുത്ത് കളയാം താൻ എന്താ വേഷം കെട്ടെടുക്ക? നമ്മളിങ്ങനെ ബസ്സുകാരും കൈകൂപ്പി മാറിയുണ്ട് അവസ്ഥ. എന്നെ കൊല്ലരുത് സാർ എന്ന് പറഞ്ഞു. സീരിയസ്ലി അതേക്കുറിച്ച് വന്നപ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നു. പിക്കപ്പ് വാൻ ഇവിടെ പറയുന്നത് ബസ് മാത്രല്ലേ, വലിയ വണ്ടി ആരാണോ അവനാണ് രാജാവ്. തൊട്ട് താഴെയുള്ള വണ്ടിക്കാരനോട് ഒരു തരത്തിലുള്ള ഡെമോക്രസി ഇല്ല. അവന്റെയാണ് റോഡ്, വേണമെങ്കിൽ മാറി നിന്നു എന്നാണ് പറയുന്നത്. റോഡിലൂടെയാണാടാ സൈക്കിൾ ഓടിക്കുന്നത്. ജില്ലകളിൽ ആരാണ് കേമെന്നുള്ള ചർച്ച എപ്പോഴും നടക്കും അല്ലേ? ആരാണെന്ന് അതിനൊരു ഉത്തരവൊന്നുമില്ല ശരിക്കും. അങ്ങനെ ഇപ്പോ സ്വന്തം ജില്ല എനിക്ക് കോഴിക്കോടാണ് നല്ലതെന്ന് തോന്നുന്നത്. ഞാൻ കോഴിക്കോടിന്റെ നന്മയിൽ ഞങ്ങൾ എപ്പോഴും മുമ്പിലാണെന്ന് വടക്കൻ കേരളത്തിലെ ആളുകൾ അവകാശപ്പെടും. കൊല്ലത്ത് ലേസ് കിട്ടാത്തതിന് അടി നടത്തുന്ന ആൾക്കാരാണ്, പപ്പടം കിട്ടാത്തതിന് അടി നടത്തുന്ന ആൾക്കാരാണ് എന്ന് നിരന്തരമായി മാധ്യമങ്ങളിലടക്കം വാർത്തയും വരും. അപ്പൊ മൊത്തത്തിൽ ആരാണ് നന്മയുടെ മൊത്തക്കുത്തവക്കാരൻ ചോദിച്ചാൽ ഈ വയലൻസിനെ പറ്റിയാണ് കൊല്ലംകാർ കുറ്റപ്പെടുന്നത് അല്ലേ? ഞാൻ പക്ഷേ എനിക്ക് കൊല്ലം ജില്ല ഭയങ്കര ഇഷ്ടമുള്ളൊരു ജില്ല. ഞാൻ കൊല്ലംകാരനല്ല, ഞാൻ കൊല്ലത്ത് പോയിട്ടുണ്ടെന്നല്ലാതെ. പക്ഷെ കൊല്ലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. കൊല്ലത്തെ ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ മുകേഷാണ്. മുകേഷ് കൊല്ലംകാരനാണ്. മുകേഷ് അവതരിപ്പിക്കുന്ന ക്യാരക്ടറുകളുടെ സംസാര രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ സംസാരിക്കുന്ന ആളുകളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹ്യൂമർ സെൻസും മുകേഷിൻ്റെ ഭയങ്കരമാണ്. മറ്റൊരാൾ മുകേഷ് സിനിമകളൊക്കെ പിന്നെ പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നാഗച്ചേച്ചിയാണ്. നാഗച്ചേച്ചി കൊല്ലംകാരിയാണ്. അടൂർ സൈഡ്, അടൂർ കൊല്ലം ആ ബോർഡറിലാണ് അവർ. അതാണ് കൊല്ലത്തോട് ഇഷ്ടത്തിലൊക്കെ. അല്ലെങ്കിലും ഈ കൊല്ലത്തിനെ പറ്റി അങ്ങനെ പറയാനോ, ഒരു ജില്ലയിലുള്ള ആളുകൾ മൊത്തം മോശമാണെന്നൊക്കെ അടച്ചാക്ഷേപിക്കുന്നത് തന്നെ എന്തൊരു മോശം. ഈ വയലൻസിന്റെ ആദ്യം പറയട്ടെ. കൂടത്തായി എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാ? കോഴിക്കോട് ജില്ലയിലാണ്. അതിന്റെ പേരിൽ, കൂടത്തായിയുടെ പേരിൽ, ആ കൂടത്തായി ഇൻസിഡന്റ് പേരിൽ കോഴിക്കോട് മൊത്തം വയലൻസ് എന്നാലും പറയും. പപ്പടത്തിന് നല്ലുണ്ടായി ശരി, സയനൈഡിൽ ആളുകൾ കൊല്ലുന്നു. അപ്പൊ അതിന്റെ പേരിൽ കോഴിക്കോട് മൊത്തം വയലൻസ് ആണെന്നാരും പറയാറുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഒന്നോ രണ്ടോ ഇൻസിഡന്റിന്റെ പേരിൽ. ഇനി മറ്റൊരു കാര്യം, ഈ വയലൻസിന് വേറൊരു സോഷ്യോളജി ഉണ്ട്. കൊല്ലം, തിരുവനന്തപുരം ജില്ലകൾ കുറെ കൂടി വർക്കിംഗ് ക്ലാസ്സുള്ള ആളുകളാണ്. ഈ വർക്കിംഗ് ക്ലാസ്സുള്ള ആളുകളുടെ പെരുമാറ്റം എന്താണ്, എലീറ്റ് ആൾക്കാരുടെ പോളിഷ് പെരുമാറ്റമാണെന്ന് ഒരിക്കലും നിർബന്ധം പിടിക്കരുത്. അവർ തല്ലും, ചിലപ്പോൾ തല്ലുന്ന പോലെ തന്നെ തുളത് കേട്ട് കൂട്ടുകൂടും. സൈനൈഡ് കൊടുത്തു പോലില്ല. പക്ഷെ അതല്ല, ഒരു നിസാര കാര്യത്തിന് പപ്പടം, ലേസ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ എങ്ങനെ അടിയിലെത്തുന്ന പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പപ്പടത്തിനും ലേസിനും അടി ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ഈ കഥയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. പപ്പടം കിട്ടിയില്ല എന്നുള്ളതല്ല പ്രശ്നം, ആറ്റിറ്റ്യൂഡ് ഇഷ്യൂസ് ആണത്. അതായത് ഒരു സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ ആൾക്കാരോട് ഏറ്റവും നന്നായിട്ട് പെരുമാറാം, പപ്പടം ഇല്ല കേട്ടോ എന്ന് പറയാം, പപ്പടം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ടോണാ പ്രശ്നം. അല്ലാതെ ഒരു പപ്പടം കിട്ടാത്തതിന്റെ പേരിലുള്ള അടി ഉണ്ടാക്കുന്നതല്ല, അല്ലെ ലേസ് കിട്ടാത്തതിന്റെ പേരിലല്ല. കോഴിക്കോട് വന്നിട്ട് ഒരാൾ ഒരു സദ്യക്ക് ഇരിക്കാം, പപ്പടം തീർന്നുപോയി, ചേട്ടാ പപ്പടം ഇല്ല കേട്ടോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ എന്നേ പറയുള്ളൂ. പപ്പടം ഇല്ല എന്ന് പറയാറില്ല. അത് വേറൊരു പ്രശ്നം. തെക്കൻ വടക്കൻ ജില്ലയിലുള്ള ആളുടെ സംസാരത്തിലുള്ള മാറ്റമുണ്ട്. നമുക്കിപ്പോൾ വടക്ക് നിന്ന് ഒരാൾ എറണാകുളത്തേക്ക് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആൾ ഭയങ്കര റൂഡായിട്ട് തോന്നും സംസാരിക്കുമ്പോൾ. ആക്ച്വലി അത് റൂഡല്ല, ആൾ കാഷ്വലായിട്ട് സംസാരിക്കുന്നതാണ്. പക്ഷെ കോഴിക്കോട് വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് തോന്നി ഇയാൾ എന്തിനാണ് ഇത്ര വിനയം കാണിക്കുന്നത് നമുക്ക് തോന്നിപ്പോൾ. എനിക്കങ്ങനെ തോന്നിയാണ്. ഞാൻ മധ്യ കേരളത്തിൽ നിന്ന് കോഴിക്കോട് എത്തിയപ്പോൾ എനിക്ക് തോന്നിയത് ഈ മനുഷ്യന്മാരെന്തിനാ എത്ര വിനയം കാണിക്കുന്നു. ഒരു വഴിയൊക്കെ ചോദിച്ചാൽ നമ്മൾ അവിടെ എത്തിയോന്നും അവർ ഉറപ്പാക്കും. നമ്മൾ പോകുന്നതൊക്കെ നോക്കി എന്നുള്ളത് അത്രയൊന്നും ആവശ്യമില്ല. അതൊക്കെ കുറച്ച് ഓവറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ആ നന്മ ഒരു ക്രിഞ്ചായിട്ടാണ് ചില സമയത്ത് തോന്നാറ്. അത് നമ്മളിപ്പോൾ വഴി ചോദിക്കുകയാണ്, വഴി പറഞ്ഞു തന്നാൽ മതി, പക്ഷെ അവരെന്ത് ചെയ്യുന്നറിയാം, നമ്മളവിടെ എത്തിയെന്ന് ഉറപ്പാക്കിക്കളയും. അത്രയൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷെ എനിക്ക് തിരുവനന്തപുരം ഭാഗത്തു നിന്നുണ്ടായത് വേറൊരു അനുഭവം കേട്ടോ. നമ്മൾ ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് ഇവർ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കേൾക്കുമ്പോൾ പേടിയാണ്. അവരത്രയും അരോഗൻ്റ് ആയിട്ട് സംസാരിക്കാം. ഒന്നാമത് നമ്മൾ കണ്ടിട്ടതും നമ്മൾ കേട്ടതും നമ്മൾ ശീലിച്ചതും ആ ഒരു രീതിയല്ല. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ പേടിക്കും, ഇനി ഇവർ ശരിക്കും പറയുന്നതാണോ അതോ നമ്മളെ പേടിപ്പെടുത്താൻ പറയുന്നതാണോ എന്നുള്ളൊരു സാധനം നമ്മുടെ അവരുടെ സംസാര രീതി അങ്ങനെയാണ്. കണ്ണൂർ സൈഡിലൊക്കെ ഉറക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ്. തലശ്ശേരി, പാനൂർ ആ സൈഡിൽ പോയ ഉറക്കെ സംസാരിക്കുന്നവരുണ്ട്. ഇടുക്കിയിൽ ഉറക്കെ സംസാരിക്കാൻ കാരണമുണ്ട്. കാരണം അയൽക്കാരോട് സംസാരിക്കുന്ന ഈ മലയിൽ നിന്ന് ആ മലയെ കേൾക്കണം. ഒരു മലയിൽ നിന്ന് അങ്ങനെ ഉറക്കെ സംസാരിച്ചാവുന്നതാണ് അത്.
പക്ഷേ മലബാറുകാർ സെറ്റ് ചെയ്തൊരു സാധനമാണ് മറ്റേ ഈ തെക്കനെയും മുറുക്കനെ ഒരുമിച്ച് കണ്ടാൽ ആദ്യം തെക്കനെ തല്ലിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ജില്ലകളുടെ ഒരു നന്മയുടെ സുപ്രീമസി ആദ്യം സ്വയം എടുത്തണിഞ്ഞത് മലബാറുകാരാണ്. ഇതൊക്കെ പറയുമ്പോഴും ഞങ്ങളാണ് അതെ top. അതെ അതെ. അല്ല അത് വരേണ്യരിൽ വരേണ്യർ. നന്മ എന്നൊക്കെ പറഞ്ഞ ആപേക്ഷികമാണ്. പിന്നെ ഈ നന്മ എന്ന് ഇവർ പറയുന്ന സാധനം ഈ നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻ പുറം നന്മളാൽ സമുദ്രം എന്നല്ലേ, ആ നന്മ എനിക്ക് വേണ്ട. എനിക്ക് ഭയങ്കര ക്രിഞ്ചാണ് ആ നന്മ. കണ്ടോ, നന്മ കൊടുത്താലും വാങ്ങാൻ അല്ലല്ല, ആ നാട്ടിൻപുറത്തെ നന്മ എന്ന് പറഞ്ഞാൽ എന്താ? നാട്ടിൻപുറത്തെ നന്മ എന്ന് പറഞ്ഞാൽ ജാതിയാണ് ഒന്ന് ജാതി, പിന്നെ കലിങ്ക് പരദൂഷണം, പരദൂഷണം, ഏഷണി, പിന്നെ അന്യന്റെ പ്രൈവസിയിലേക്കുള്ള ഒളിഞ്ഞോട്ടം. അതുണ്ട്. അത് ഭീകരമാണ്. ഈ പറഞ്ഞ നന്മയോളികൾക്ക് വലിയ ഭീകരമായി പ്രൈവസിയിലേക്ക് ഒളിഞ്ഞോട്ടുണ്ട്. അതൊരു വലിയ പ്രശ്നമാണ്. അതെ, അതിപ്പോൾ ഈ ജെൻഡർ ബയാസ്ഡ് ആയിട്ടൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഇപ്പോൾ നാരകം നട്ടിടം നാരി ഭരിച്ചിടം എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ്. അതായത് അതൊക്കെ എന്താണ്, ആ പറഞ്ഞുണ്ടായ ഒരു സാധനം അതൊരു ഭയങ്കര ജെൻഡർ ബയാസ്ഡ് ആയിട്ട് ഒരു ജെൻഡറിനെ പറയുന്നത് പോലെ തന്നെ ജില്ലകളിലും കുറേ പറഞ്ഞുണ്ടാക്കുന്ന ഈ തെക്കനെയും മുറുക്കനെയും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടായ നന്മ കേരളത്തിലെ എല്ലാ ജില്ലയിലും ആപേക്ഷികമായിട്ട് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പോൾ 2 ജില്ലകളിൽ കുറേ നാൾ ജീവിച്ചിട്ടുണ്ട്. ഞാൻ പല സ്ഥലത്തും യാത്ര ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് നന്മ എല്ലാ മനുഷ്യരിലും ഉണ്ട്. ആകെയുള്ള പ്രശ്നം എന്താണെന്നറിയോ, ഈ അത് എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ള പ്രശ്നമാണ്. എക്സ്പ്രഷൻ ഒരു പ്രധാനപ്പെട്ട സാധനമാണ്. മലബാറിലെ മനുഷ്യന്മാർ പൊതുവെ നന്മ നന്നായി എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ എക്സ്പ്രസീവാണ്. കൊല്ലത്തും കോട്ടയത്തും തിരുവനന്തപുരത്തൊക്കെ പോയാൽ അത്രയും നന്മ എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരില്ല, നന്മയുള്ള ആൾക്കാരും ഉണ്ട്. എന്താ നിങ്ങൾ കോട്ടയംകാർ അത്ര എക്സ്പ്രസ് ചെയ്യാത്തത്? ഓ എന്നതാ പണ്ടേ നമ്മുടെ ജയരാജ് വാര്യർ ഒരു പരിപാടി പങ്കെടുത്ത കാര്യം പുള്ളി പറയുന്നുണ്ട്. ഞങ്ങൾ ഒരു TV ഇന്റർവ്യൂ എന്ത് ചോദിച്ചാലും ചോദ്യമായിരിക്കും മറുപടി. ഇത് മാത്രമല്ല, പുള്ളി 1.5 മണിക്കൂർ 2 മണിക്കൂർ സമയം പുള്ളി ഈ ഏകാംഗ വിറ്റ് അവതരിപ്പിക്കുകയാണ്. പുള്ളി ഭയങ്കര കൈയടി കിട്ടുന്ന താരമാണല്ലോ. പുള്ളി എന്തുമാത്രം തമാശകൾ പലതും മാറ്റി മാറ്റി പറഞ്ഞിട്ട് ഈ ഫ്രണ്ടിലിരിക്കുന്ന ഒരു മനുഷ്യൻ, പത്തനംതിട്ടയിലാണ് പരിപാടി, ആരും ചിരിക്കുന്നില്ല. പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അഭിപ്രായം ചോദിച്ചപ്പോൾ എങ്ങനെയുണ്ട് പരിപാടി? ഓ ശബ്ദമില്ല, ഇതേ ഉള്ളൂ. പിന്നെയും ഇയാൾക്കൊരു സങ്കടമാവുമെന്ന് പേടിച്ചിട്ട് അയാൾ കൊള്ളാം നല്ല വെളിപ്പാ അത്രേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോൾ അവരുടെ എക്സ്പ്രഷൻ അത്രേ ഉള്ളൂ. ചിരിക്കാനൊക്കെ ഭയങ്കരമായ മടിയാണ്, എക്സ്പ്രസ് ചെയ്യാൻ മടിയാണ്, ആഘോഷിക്കാൻ മടിയാണ്. അങ്ങനെ അത് കൾച്ചറലി നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള കാര്യമുണ്ട്. ഇപ്പോൾ ആഘോഷം അല്ലെങ്കിൽ ഈ സെലിബ്രേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൈമാറൽ, അതിനു വേണ്ടി വരുന്ന പണച്ചെലവ്, വലിയ പൈസ ചെലവാന്നേ എന്ന മട്ടുണ്ടല്ലോ. ആ സാധനം ഇതിന് ഈ എക്സ്പ്രഷനെ എല്ലാം അല്ല, അത് മാത്രമല്ല, നിങ്ങൾ തെക്കന്മാർക്ക് ഒരു ധാരണയുണ്ടോ വടക്കന്മാർക്ക് നല്ല ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയില്ലെന്ന്? അങ്ങനെയല്ല, ഓരോരുത്തരുടെ സ്ലാങ് അല്ലേ. കോട്ടയംകാർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ടോ നല്ല ഭാഷ നിങ്ങളുടെ ആണെന്ന്? കോട്ടയംകാർ പൊതുവേ ഈ അച്ചടി ഭാഷ അല്ലെങ്കിൽ ഈ പറയുന്ന മലയാളത്തിന്റെ മാതൃക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളാന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്കങ്ങനെ ഇപ്പൊ മനുഷ്യന്മാർ പരസ്പരം സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ രസമുള്ളതായിരിക്കണം, മനസ്സിലാവണം എന്നല്ല ഒഴിച്ചു നിർത്തിയാൽ ഭാഷാ സംസ്കൃതം കുഞ്ചൻ നമ്പ്യാർ എനിക്കങ്ങനെ ഫീൽ ചെയ്യാറില്ല. പക്ഷെ കോട്ടയംകാർക്ക് അങ്ങനെ ഒരു സംഗതി ഉണ്ട്, അക്ഷര നഗരി എന്നാണ് ഞങ്ങൾ പറയുന്നത്. കോട്ടയം സാധാരണ ഉപയോഗിക്കാറില്ല. കറക്റ്റ് ആയിട്ട് ഇപ്പോഴും ഫാ പറയാറുണ്ടോ? ഫാ ഒക്കെ പറയാറുണ്ടോ? ഭാര്യയുടെ ഭർത്താവിന്റെ ഫോട്ടോ. ഈ അജിംസ് പിന്നെ ഇവിടെ വന്ന സമയത്തെ കോഴിക്കോട് ഭാഷ കുറച്ച് ഡിഫറെൻ്റ് ആണല്ലോ, ഭംഗിയുള്ളൊരു ഭാഷ. അപ്പോൾ അത് കേട്ടപ്പോൾ പെട്ടെന്ന് ഒരു ക്രിഞ്ച് തോന്നിയോ? അല്ല, എനിക്ക് തോന്നിയോ ഇല്ല എന്നുള്ളതല്ല പ്രശ്നം. ഈ നമ്മളൊക്കെ ഒരു പ്രായമൊക്കെ എത്തുമ്പോഴത്തേക്കും നമ്മൾ പല സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഒരു യൂണിവേഴ്സൽ സ്ലാങ് ആയി മാറും. ഇപ്പം നമ്മുടെ ഹോം സ്ലാങ് നമ്മൾ വിട്ടുപോകും. എൻ്റെ ഹോം സ്ലാങ്ങിൽ സംസാരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല, അമ്മാതിരി സ്പീഡായിരിക്കും, ഭയങ്കര സ്പീഡിലായിരിക്കും. മുഴുവൻ അക്ഷരം പോലും പറയില്ല, കോങ്കലം. അപ്പോൾ നിങ്ങൾ മനസ്സിലാവുകയില്ല എന്താണ് പറയുന്നത്. ഇൻസ്റ്റയിൽ കോതമംഗലം സ്ലാങ് മാത്രം സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഐഡിയകളുണ്ട്, രസമാണ് കേൾക്കാൻ. പോയി നോക്കണം, അജിംസിന്റെ ഒക്കെ ശരിയായ ഭാഷ മനസ്സിലാക്കാൻ പറ്റും. ഒരു രക്ഷയില്ല. അജിംസ് ഇവിടെ നിന്ന് നമസ്കാരം പ്രധാന വാർത്തകൾ എന്ന് പറഞ്ഞാൽ ശരിയായ ഭാഷ. അതുകൊണ്ട് എന്താ സംഭവിച്ചാൽ കോഴിക്കോട് വന്നിട്ട് എനിക്ക് എന്റെ ഭാഷ മാറുന്നില്ല, മാത്രമല്ല ആ യൂണിവേഴ്സൽ സ്ലാങ്ങിൽ തന്നെ പോവാണ്. പിന്നെയുള്ള ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമുള്ള ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ പറഞ്ഞ ഭാഷയുടെ ഈ അകലവും ആളുകൾക്ക് മനസ്സിലാവാൻ സംഗതിയൊക്കെ കുറേ പോയി. കാരണം മലപ്പുറം സ്ലാങ് വെച്ച് മാത്രം സംസാരിച്ച് മില്യൺസ് അടിക്കുന്ന ആൾക്കാരുണ്ട്, തൃശ്ശൂർ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഒരു മമ്മൂട്ടിയുടെ സിനിമകൾ ഏതാണ്ട് എല്ലാ ഭാഷയും കവർ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കുള്ള ആ ഒരു അകലം ഉണ്ടല്ലോ, പണ്ടൊക്കെ ഉണ്ടായിരുന്ന സംഗതി അത് പൂർണ്ണമായിട്ട് പോയെന്നായിരിക്കും. ഇപ്പം എല്ലാവർക്കും അങ്ങോട്ട് മനസ്സിലാവുകയൊക്കെ ചെയ്യും. പിന്നെ അതിനൊരു കാര്യമുള്ള ഇപ്പം നന്മയുടെ എക്സ്പ്രഷനെ കുറിച്ച് പറയുമ്പോഴേ മലബാറിൻ്റെയൊക്കെ വന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ചാരിറ്റി രംഗത്ത് പ്രവർത്തിക്കുകയും അതിൻ്റെ പേരിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് എടുക്കുന്ന ആൾക്കാരും കൂടുതലും മലബാറാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കാൻ കഴിയുകയും ഏറ്റവും കൂടുതൽ പൈസ കളക്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലം മലബാറാണ്. അങ്ങനെ ഒരു എന്താ ഭയങ്കരമായ ഒരു ഹ്യൂജായിട്ട് പൈസ കളക്ട് ചെയ്യുക, അങ്ങനെ ഒരു നന്മമരം പ്രവർത്തിക്കുക എന്ന് പറയുന്നത് തെക്കത്ര എളുപ്പമല്ല എന്നുള്ള ഒരു അഭിപ്രായമുള്ളത്. അതല്ല, പണം സ്പെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ മലബാറിൽ കുറച്ചുകൂടി ഉണ്ട്. തെക്കൻ ജില്ലകളിൽ പണം അത്ര സ്പെൻഡ് ചെയ്യുന്നില്ല. ഇപ്പം നിങ്ങൾ എറണാകുളം കോഴിക്കോട് തന്നെ എടുക്കുക. അപ്പോൾ എറണാകുളം വലിയൊരു എന്താണ് കേരളത്തിൻ്റെ ഒരു ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്നാണ് പറഞ്ഞതാണ്. പക്ഷെ അവിടത്തേക്കുള്ള പണം ഇറങ്ങുന്ന സ്ഥലം കോഴിക്കോടായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ആൾക്കാർ സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര മടിക്കും. ഞാനിപ്പോൾ എൻ്റെ നാട്ടിൽ പോയാലേ, ഞാൻ നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് പാലാ പൊൻകുന്നം എന്ന് പറയുന്ന റൂട്ടുണ്ട്. മനോഹരമായ റോഡാണ്.
ആ റോഡെന്ന് വെച്ചാൽ വണ്ടികൾക്ക് റോഡിന്റെ ഒരു നിലവാരം വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല തിരക്കുണ്ടാവും. യൂറോപ്യൻ സ്റ്റാൻഡേർഡുള്ള വഴി. സ്റ്റാൻഡേർഡുള്ള വഴിയാണ്. പക്ഷെ നിങ്ങളൊരു കാർ ഓടിച്ച് പോകുമ്പോൾ സാധാരണ നിലയ്ക്ക് നിങ്ങൾ മാത്രമേ അവിടെ കാണൂ. അധികം വണ്ടികൾ ഉണ്ടാവില്ല. പിന്നെ ഒരു പ്രൈവറ്റ് ബസ് പോകും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു കാർ വരും. ഈ മലബാറിലേക്ക് വന്നാൽ അങ്ങനെ റോഡുണ്ടെങ്കിൽ ആ നിറയെ അതിൽ വണ്ടിയായിരിക്കും. ആളുകൾ വണ്ടിക്ക് പെട്രോളോ ഡീസലോ അടിച്ച് വണ്ടിയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്, ആഘോഷിക്കുകയാണ്. പോണെങ്കിൽ വണ്ടിയിലങ്ങ് പോവാണ്. അവിടെ ഒരു ആവശ്യമുണ്ടായാൽ മാത്രം വണ്ടി എടുക്കുന്നതിനെ കുറിച്ച് ആളുകൾ ആലോചിക്കുന്നുള്ളൂ. എന്തിനാണ് പെട്രോൾ അടിച്ച് പൈസ കളയുന്നത്? റബ്ബറിന്റെ വില ഭയങ്കരമായി കൂടി നിൽക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് 3-4 വണ്ടികൾ അധികം കണ്ടേക്കാം. റബ്ബറിന്റെ വില കുറയുന്നതിനനുസരിച്ച് വണ്ടികൾ വരുന്നതിന്റെ എണ്ണവും കുറയും. സീരിയസ്ലി കുറയും. ആൾക്കാരെല്ലാം സ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ പൈസ എന്തിനൊക്കെ ചിലവാക്കരുത് എന്ന കാര്യത്തെക്കുറിച്ച് എപ്പോഴും രാവിലെ ചിന്തിക്കുന്ന ആൾക്കാരാണ് അവിടെയുള്ള ആളുകൾ. അത് പ്രത്യേക ജാതി മത വിഭാഗങ്ങളൊന്നുമില്ല. അത് മൊത്തത്തിൽ ആ ഒരു റീജിയന്റെ പ്രശ്നമാണ്. ആൾക്കാർ കോട്ടയത്തിന്റെ പ്രശ്നമാണ്. അവരെങ്ങനെയാണ് പക്ഷേ തെക്ക് മൊത്തം ഇല്ല കേട്ടോ. ഇത് കോട്ടയം തൊടുപുഴ ആ ഏരിയ ഉള്ള ഒരു പ്രശ്നമാണ്. അതേസമയം അങ്ങോട്ട് തെക്കോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി അങ്ങനെ തിരക്കില്ലാത്ത റോഡുകളൊന്നും അല്ല, നല്ല തിരക്കാണ്. കൊല്ലമൊക്കെ വൻ തിരക്കാണ്. കൊല്ലം ഹൈലി പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സ്ഥലമാണ്. ഞാനിത് കോട്ടയം മാത്രമേ സവിശേഷതകളാണ്. അല്ല, ഈ സംഭവങ്ങളൊക്കെ നമ്മൾ പറയുമ്പോഴും ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ തെക്ക് വടക്ക് പറയുമ്പോൾ അതിൽ ആദ്യം പറയേണ്ട വേറൊരു സാധനം ഫുഡും കൂടെയാണ്. ഫുഡിന്റെ ഒരു കമ്പാരിസൺ ലെവൽ എപ്പോഴും ഭയങ്കര പ്രശ്നമാണ്. അതിൽ ആദ്യത്തെ ഐറ്റാണ് സദ്യ വിളമ്പുന്നത് തൊട്ട് പ്രശ്നമാണ്. തിരുവനന്തപുരത്ത് സദ്യ വിളമ്പുന്നതും നമ്മളെ കോഴിക്കോട് സദ്യ വിളമ്പുന്നതും വിഭവങ്ങളും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഞാനൊരു പ്രാവശ്യം ഞാനിതുപോലെ തന്നെ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് ഓണം ആഘോഷിക്കുകയാണ്. അപ്പം നമ്മൾ സാധാരണ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് വിളമ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സാമ്പാറാണല്ലോ. അവിടെ ആദ്യം വിളമ്പുക. ഇവിടെ നമുക്ക് അങ്ങനെയാ, ചോറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സാമ്പാറാണ്. പക്ഷെ അവിടെ വരുന്നത് പരിപ്പ് കറിയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ പരിപ്പ് കറി ഉണ്ടാവുള്ളൂ, ഇനി അടുത്ത് സാമ്പാർ വരില്ല എന്ന് വിചാരിച്ചാൽ ആദ്യം നമ്മൾ ഈ ചോറും കൂട്ടി കഴിക്കും. ഈ ചോറും പരിപ്പ് കറിയും കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ അടുത്ത സാമ്പാർ വരുന്നുണ്ട്, അത് കഴിഞ്ഞ് അടുത്തത് വരുന്നുണ്ട്. അപ്പോൾ ഈ വിളമ്പുന്ന ശൈലി പോലും അവിടെ വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ അവിടെ പായസത്തിനാണ് കുറച്ചുകൂടെ ഇത് വരുന്നത്. തിരുവനന്തപുരം ഭാഗത്തേക്കൊക്കെ ബോളി പായസം, 2 പായസം വിളമ്പുന്നതും. ഇവിടെ നമുക്ക് പായസം കമ്പാരിറ്റീവ്ലി ഈ ഭാഗത്തേക്കില്ല. തിരുവനന്തപുരം സദ്യയുടെ കൂടെ ഫിഷ് അല്ലെങ്കിൽ മീറ്റ് ഒക്കെ കഴിക്കുന്ന വലിയ മോശമാണെന്ന് അഭിപ്രായം ഉണ്ടോ? സദ്യ എന്നൊക്കെ പറയുമ്പോൾ ഒരു കോൺസെപ്റ്റ് ഇല്ലേ അല്ലേ? അതൊരു അതൊരു സങ്കല്പമല്ലേ? അല്ല, സദ്യ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. അതിന്റെ കൂടെ നിങ്ങൾ ഇതൊക്കെ ചേർത്തു, ഫ്യൂഷൻ അല്ലേ? സദ്യ മാത്രമല്ല, ബിരിയാണിയിലും വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മള് തെക്ക് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബിരിയാണി മാറി വെച്ചേ. എത്ര നാളായി തെക്കോട്ട് പോയിട്ട്? ഞാൻ ഒരു വർഷം മുന്നേ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ തെക്കൻ ജില്ലകളിൽ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പക്ഷെ ബിരിയാണിയുടെ കാര്യത്തിൽ കേരളം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂണിഫോമിറ്റിയാണ്. ഒറ്റ നഗരമായി കേരളം മാറി കഴിഞ്ഞിരിക്കുന്നു. ഒരേ ഫുഡ് തന്നെ കിട്ടുക. നമ്മൾ ഇവിടെ കഴിക്കുന്ന മന്തി നമ്മൾ എവിടെ പോയി കഴിക്കുന്നു? തിരുവനന്തപുരത്ത് പോയി കഴിക്കുന്നു. എല്ലാ സാധനവും ഉണ്ട്, എല്ലാം അവൈലബിൾ ആണ്. വയനാടൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് മറ്റേ പൈനാപ്പിൾ ഇട്ട ബിരിയാണി ആയിരിക്കും ഉണ്ടാവുക. വയനാട് പിന്നെ ഒരു മുട്ടയുണ്ടാവും. ഇവിടെ നമുക്ക് മുട്ട വേണമെങ്കിൽ ചൂസ് ചെയ്യണ്ടെന്നുള്ള ഒരു മൂട. അത് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്, അവരുടെ ഫുഡ് ടേസ്റ്റ് അനുസരിച്ചാണ്. അല്ല, അതൊക്കെ മാറും. ഈ പറയുന്ന പൈനാപ്പിൾ ബിരിയാണി ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പൊ തന്നെ റിപ്ലേസ് എല്ലായിടത്തും മാറി. എല്ലായിടത്തും ക്യൂസിൻ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മാറ്റങ്ങളുണ്ട്. അതായത് ഇപ്പൊ നമുക്കിത് കിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ അവിടെ അതിന്റെ പേരെന്തായിരിക്കും? തലശ്ശേരി ബിരിയാണി എന്നൊക്കെ ആയിരിക്കും. ഒറിജിനൽ കോഴിക്കോടൻ ബിരിയാണി ഇവിടെ കിട്ടും. അതെ, അങ്ങനെയായിരിക്കും. അങ്ങനെയാണ് അതിന്റെ കച്ചവടം അവിടെ. കാരണം ആൾക്ക് അവിടുത്തെ തിരുവനന്തപുരം ബിരിയാണി എന്നൊരു സാധനം ഇല്ല എന്നൊരു സംഗതിയുണ്ട്. പക്ഷേ ഈ ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ മലബാർ ആൾക്കാർ ഫുഡിനകത്തും ഭയങ്കരമായി എക്സ്പ്രസീവ് ആണ് അല്ലേ? ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വ്ളോഗർമാരൊക്കെ നോക്കുന്നത്, ഏറ്റവും കൂടുതൽ. പിന്നെ ഡൈൻ ഔട്ട് എന്ന് പറഞ്ഞൊരു കൾച്ചർ കൂടുതലും മലബാറിലാണ്. ഡൈൻ ഔട്ട് പുറത്തേക്കാൾ ഇവിടെയാണ് കൂടുതലും. എനിക്ക് തന്നെ തോന്നും പലപ്പോഴും വൈകിട്ട് ആളുകൾ വീട്ടിലൊന്നും ഉണ്ടാക്കുന്നില്ലേ, എല്ലാവരും ഫാമിലിയായിട്ട് പുറത്ത് തന്നെ കഴിക്കും. അതെന്തായിരിക്കും സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടായത്? ഇത്രയും ആളുകൾ ഈ നൈറ്റ് ലൈഫ് ഒക്കെ എനിക്കൊന്ന് കൊച്ചി പോലെയൊക്കെ നമുക്കിവിടെ ഒരുപാട് നൈറ്റ് ലൈഫ് ഉള്ള സ്ഥലങ്ങളാണ്. ഹോട്ടലിലാണെങ്കിലും ബീച്ചിലാണെങ്കിലും ആളുകൾ ഈ രാത്രിയൊക്കെ പുറത്തിറങ്ങുന്നുണ്ട്. കുറച്ചു കാലം മുമ്പ് വരെ അതായിരുന്നു. നൈറ്റ് ലൈഫിന് ഒരുപാട് സ്ഥലമുണ്ട്. ഒന്ന് ബീച്ച്, ഒന്ന് മന്തിക്കടയും, രണ്ടേ ഉള്ളൂ. ഏതെങ്കിലും ഹോട്ടലിൽ ഒരു 12 മണിക്ക് പോയി നോക്കും, അവിടെ തിരക്കായിരിക്കും. അതിവിടെ സാറ്റർഡേ ഈവനിങ് നിങ്ങൾ പുറത്തിറങ്ങിയ വൈകുന്നേരം ശനിയാഴ്ച ദിവസം വൈകുന്നേരം 6 മണിക്ക് പുറത്തിറങ്ങിയാൽ നീ തൊണ്ടയുടെ ബ്ലോക്ക് അവിടെ തുടങ്ങും. 500 ആളുകൾ രാത്രി 2 മണിക്ക് തിരിച്ചു പോവാം. ബീച്ചിൽ പോയ ഒരു 18,000 പേരൊക്കെ കാണും. ചില ദിവസങ്ങളിൽ 20,000 വരെ പോകുന്ന ദിവസങ്ങളുണ്ട്. എന്താ ചെയ്യാ, വെറുതെ തള്ളോട് സീരിയസ്ലി അവിടെ എപ്പോഴും ഭയങ്കര ജനമല്ലേ. നമ്മളിപ്പോ വളരെ സ്വസ്ഥമായി നടക്കാൻ പറ്റും. എല്ലാ സ്ഥലത്തും ആളുകൾ വന്നിട്ടുണ്ടാവും. പിന്നെ കൂടുതലും ഇവിടെ മറ്റു ജില്ലകളിൽ നടക്കാൻ. ഈ കോഴിക്കോടേക്ക് മലപ്പുറംകാരുടെ ഒരു ഒഴുക്കുണ്ട്. മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്, ഇവിടുന്ന് പുറത്തേക്ക് കിടക്കണമെങ്കിൽ നമുക്ക് പുറത്തേക്ക് പോകണം. വണ്ടി എടുത്തുനിന്ന് പുറത്തേക്ക് പോകണം, വലിയ പാടാ. ഇപ്പോൾ ഊട്ടിക്ക് പോകണമെങ്കിൽ ചുരം കയറണം, അല്ലെങ്കിൽ നാടുകാണി ചുരം കയറണം. ഇനി കോയമ്പത്തൂർക്ക് പോകണമെങ്കിലോ
പാലക്കാട് വരെ ട്രാവൽ ചെയ്യണം, അത് ദുരിതമാണ്. എങ്ങോട്ടാ പോവാ? ആകെ കടലാണ് ഫ്രണ്ടിലുള്ളത്. അതുകൊണ്ടായിരിക്കും ഈ ശനി ഞായറൊക്കെ വണ്ടി പിടിച്ച് മലപ്പുറത്ത് എല്ലാവരും അതാണ്. കോഴിക്കോട് അതേസമയം നിങ്ങൾ കൊച്ചിയിലാന്ന് നോക്കിയോ, കൊച്ചിയിൽ നമ്മളൊരു 100 കിലോമീറ്റർ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റ് വിട്ടു. എങ്ങോട്ട് പോയാലും അതിപ്പോൾ മൂന്നാറിന് വേണ്ടി പോവാം, 80 കിലോമീറ്റർ 100 കിലോമീറ്റർ കഴിഞ്ഞാൽ മൂന്നാർ കഴിഞ്ഞു ഇവിടെ കയറാൻ. ഇവിടെ അങ്ങനെ 100 കിലോമീറ്റർ നമ്മൾ പുറത്ത് കിടക്കില്ല, കേരളത്തിൽ തന്നെ കിടന്ന് കറങ്ങേണ്ടത്. അപ്പൊ അത് ഭൗമശാസ്ത്രപരമായ പ്രത്യേകത അത് കൊണ്ടാണ്. പ്രശ്നമാണ്. അത് ഈ ചുരത്തിൻ്റെയാണ്. ഇപ്പോൾ വയനാട് കയറുക, എന്നിട്ട് വേണം ഊട്ടിക്കോ അല്ലെങ്കിൽ മൈസൂർക്കോ പോകാൻ. ശരി, ആൾക്കാർക്ക് പോകാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ ബീച്ച് ആളുകൾ ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ കോഴിക്കോടിനെ പറ്റിയിട്ടേ നമ്മളെ ഇവിടെ ഉണ്ടായിരുന്ന പഴയ കൊളീഗാണ് അപ്പോൾ പറഞ്ഞു, കോഴിക്കോടിനെ പറ്റി നല്ല കേട്ട് വന്നതൊക്കെ ആളിവിടെ ബാബുക്കയുടെ പാട്ടൊക്കെ ഏത് നേരവും പാടുന്നത് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് എത്തുന്നത്. കുറച്ച് മുമ്പ് ഒരു 10 വർഷം മുമ്പുള്ള കാര്യമാണ്. അവർ കോഴിക്കോട് വന്നിട്ട് ആകെ നിരാശരായിപ്പോയി. ഇങ്ങനെയൊന്നല്ല വിചാരിച്ചിരുന്നത്. ഇവിടെ എന്താ ഉള്ളത് പോകാൻ? ഒരു മാനാഞ്ചിറ സ്ക്വയർ ഉണ്ട്, ഒരു ബീച്ചുണ്ട്, പിന്നെ എവിടെ പോകും അങ്ങനെ ചോദിച്ചു എൻ്റെ അടുത്ത്. കൊച്ചിയും കോഴിക്കോടിനെ അപേക്ഷിച്ച് ആ ഒരു പ്രത്യേകത എടുത്തു വേണ്ട. കോഴിക്കോടിന് അത്രയും സ്പോർട്സ് ഇല്ല, സ്പോർട്ടിൽ കുറവാണ്. നമ്മൾ കൊച്ചി പോയാൽ നിങ്ങൾക്ക് അവിടെ മട്ടാഞ്ചേരി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ എനിക്കൊരു ഇടുക്കം ഫീൽ ചെയ്തിട്ടുണ്ട് കോഴിക്കോട്. കോഴിക്കോട് ഇടുക്കം മീൻസ് അത് റോഡുകളുടെ വീതി കുറവ് മുതൽ വാഹനങ്ങളുടെ കൂടുതൽ മുതൽ നമുക്ക് റോഡിന് പോലും വീതി ഇല്ലാത്ത മാതിരി തോന്നില്ല. ഇപ്പോൾ ഹൈവേ ഒക്കെ വരുന്നേ ഉള്ളൂ. കോഴിക്കോട് ഒരു ഓൾഡ് സിറ്റി അല്ലേ, ആ പഴമ ഇപ്പോഴും നിലനിർത്തിയിരിക്കുകയോ ആ പഴമയിൽ തുടരുകയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ സിറ്റിയുടെ ഒന്ന് ഒരു ഔട്ടർ സിറ്റിയിലേക്ക് ജസ്റ്റ് വന്ന് നോക്കിയാൽ അവിടെ രാത്രി സ്ട്രീറ്റ് ലൈറ്റ് പോലും പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല. നഗരത്തിന്റെ ഏറ്റവും വലിയ ഒരു തെളിച്ചം എന്ന് പറഞ്ഞാൽ രാത്രി ലൈറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. പല സ്ഥലത്തും പുറത്തേക്ക് വന്നാൽ ലൈറ്റ് ഉണ്ടാവില്ല. നമ്മൾ നഗരത്തിന്റെ നടുക്കേറണം ലൈറ്റ് ഉണ്ടാവണം. പിന്നെ മറ്റൊരു കാര്യം, കോഴിക്കോട് നഗരമായി അഭിനയിക്കുന്ന ഒരു ഗ്രാമമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതൊരു ഗ്രാമം തന്നെയാണ് ഇപ്പോഴും. മനുഷ്യരും അങ്ങനെ തന്നെയാണ്, നഗരമാവാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അഭിനയിക്കുകയോ ചെയ്യാണ്. നിരീക്ഷണമാണല്ലോ. അല്ല, ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ കോഴിക്കോടിൻ്റെ ഓട്ടോക്കാരുടെ നന്മ എന്നൊക്കെ പറയുന്നേ, കഴിഞ്ഞ ദിവസം നമ്മൾ എഡിറ്റർ പ്രമോദ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഡ്രൈവ് ചെയ്യുന്നതിനെ പറ്റി ഞങ്ങളിങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ പറഞ്ഞു, കൊച്ചിയിലൊക്കെ താരതമ്യേന നല്ല ട്രാഫിക്കാണ്, കാര്യങ്ങളാണ്, പക്ഷേ ഇവിടുത്തെ പോലെയല്ല. കുറച്ചുകൂടെ ഡ്രൈവിംഗ് സെൻസും കുറച്ചുകൂടെ റോഡിൽ ഇറങ്ങിയാൽ ആളുകൾ കുറച്ചുകൂടെ മറ്റൊരാളിനെ കുറച്ചുകൂടെ കൺസിഡർ ചെയ്യുന്ന സ്ഥലമാണ്. പക്ഷേ കോഴിക്കോടാണ് ഏറ്റവും മോശം ഡ്രൈവിംഗ്. ഞാൻ കോഴിക്കോട് വന്നിട്ട് ആദ്യമായി ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് എന്താണെന്ന് അറിയാം? ഇല്ല, റോഡ് ഡെമോക്രസി ഇല്ലാത്ത സ്ഥലം എന്നാണ്. റോഡ് ഡെമോക്രസി മനസ്സിലായി. വളരെ പ്രധാനമാണ്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ അന്ന് എനിക്ക് കാറില്ല, ഞാൻ ബൈക്കാണ് ഓടിക്കുന്നത്. നമ്മളിങ്ങനെ ബസ്സുകാരുടെ മുമ്പിൽ കൈ കൂപ്പി മാറിയേണ്ട അവസ്ഥയാണ്. എന്നെ കൊല്ലരുത് സാർ എന്ന് പറഞ്ഞു. സീരിയസ്ലി, ബസ് മാത്രമല്ല, വലിയ വണ്ടി ആരാണോ അവനാണ് രാജാവ്. തൊട്ട് താഴെയുള്ള വണ്ടിക്കാരനോട് ഒരു തരത്തിലുള്ള ഡെമോക്രസി ഇല്ല. അവന്റെയാണ് റോഡ്, വേണമെങ്കിൽ മാറി നിന്നു എന്നാണ് പറയുന്നത്. ഞാൻ അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് കോഴിക്കോട് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ വേറൊരു ഇതുണ്ട്, അവിടെ ബൈക്ക് ഓടിക്കുന്നതിന് ഈ പ്രശ്നമുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബൈക്ക് ഓടിക്കാൻ പറഞ്ഞാൽ മുണ്ടൊക്കെ കയറ്റി കുത്തി, ഹെൽമെറ്റ് ഒന്നും ഉണ്ടാവില്ല, കാലൊക്കെ ഇങ്ങനെ വിടർത്തി വെച്ചു. വളരെ രസമായിട്ടാണ് വണ്ടി ഓടിക്കുക. അപ്പൊ ആ ഒരു റോഡ് ഡെമോക്രസി ഇല്ലായ്മ ഇവിടെ കൂടുതൽ. ബസ്സുകാരുടെ ഭീകരമാണ്. ഇതുപോലെ മോശം സംഗതിയിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാരെ വേറെ എവിടെ ഞാൻ കണ്ടില്ല. നമ്മുടെ ഓഫീസിന്റെ ഫ്രണ്ടിൽ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച ഒരാഴ്ചയുടെ 2 പേരാണ് ഒരേ സ്പോട്ടിൽ മരിച്ചത്, ബസ് ഇടിച്ചിട്ട്. ഇവിടെ നമ്മുടെ ഓഫീസിന്റെ ഫ്രണ്ടിൽ. ഓഫീസ് നമ്മളിപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസ് ചായ കുടിക്കാൻ പോകണ്ടില്ലേ, ക്രോസ് ചെയ്യാൻ നമ്മൾ പേടിക്കും. ഇതിനിടയിലൂടെ എങ്ങനെ ഈ ബസ് പോകും നമ്മൾ അത്ഭുതപ്പെടും. അപ്പുറത്തൊരു ആക്റ്റീവ, ഇപ്പുറത്തൊരു ഓട്ടോറിക്ഷ, അതിനിടയ്ക്ക് സീബ്രയിൽ ക്രോസ് ചെയ്യുന്ന ആൾക്കാർ, അതിനിടയിലൂടെ മാരകമായ വേഗമാണ്. അത് ഭയപ്പെടുത്തുന്നതാണ് ഇവിടുത്തെ ബസ്സുകാരുടെ ഓട്ടം. അത് എടുത്തു വരേണ്ടതാണ്. നമ്മൾ ഈ കോഴിക്കോടിന്റെ നന്മ എന്നൊക്കെ പറയുമ്പോൾ ഈ റോഡിൽ എവിടെ പോയി ഈ നന്മ, ഈ പരിഗണന എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യനോട് എമ്പതി ഉള്ള ഒരാൾ റോഡിലും അത് പാലിക്കില്ലേ? അപ്പൊ ഈ പറയുന്ന കോഴിക്കോടിന്റെ നന്മ എവിടെ പോയി? റോഡിൽ പൂർണ്ണമായിട്ടും തിന്മയാണെന്നുള്ള എൻ്റെ അഭിപ്രായമില്ല. അപ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ ഒരാൾ നിൽക്കുകയാണ്, കോഴിക്കോട്ട് ആളുകൾ വണ്ടി നിർത്തി കൊടുക്കും. അത് ആ ഒരു മര്യാദ ചിലപ്പോൾ കിട്ടണമെന്നില്ല. വണ്ടി നിർത്തി അവർ പോട്ടെ എന്ന് വിചാരിക്കും. അത് കോഴിക്കോടുണ്ട്. അത് കാറുകാർ, ഓട്ടോറിക്ഷക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രശ്നം ബസ്സുകാരാണ്. ബസ്സുകാരെ നിർത്തുന്നത് വളരെ കുറവാണ് സീബ്ര ലൈനിന്റെ മുന്നിൽ. ഞാൻ എൻ്റെ പണ്ട് നേരത്തെ ഒരു 800 ഉണ്ടായിരുന്നു. അത് ഓടിക്കുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് ഒരു കണ്ടത്തിലേക്ക് പോയി വീണു. റോഡ് സൈഡ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് കണ്ടത്തിൽ പോയി വീണു. അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്. വണ്ടി ഇങ്ങനെ ചരിഞ്ഞ് വീണിട്ട് താഴേക്ക് സിങ്ക് ചെയ്യാണ്. അപ്പോൾ ഞാനും ഉണ്ട്, വൈഫും ഉണ്ട്. അപ്പോൾ ഞാൻ ഡോറ് പൊക്കിയിട്ട് ഹെൽപ്പ് എന്ന് വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആരൊക്കെയോ കുറേ പേര് ഓടി വന്ന് ഞങ്ങൾ 2 പേരെയും പുറത്തെടുത്ത് റോഡ് നിർത്തി. അപ്പോൾ എൻ്റെ വീട് കുറച്ചൊരു 100 മീറ്റർ അകത്തേക്ക് പോയി ഞാൻ താമസിക്കുന്ന വീടാണ്. അപ്പോൾ ഇവർ പറഞ്ഞു, സാർ വീട്ടിൽ പൊക്കോളൂ, വണ്ടി ഞങ്ങൾ എടുത്ത് വെച്ചോളാം പറഞ്ഞു. അപ്പോൾ വണ്ടി എടുക്കാനൊന്നും പറ്റില്ല, കാരണം വണ്ടി കണ്ടത്ത് റോഡിൻ്റെ താഴേക്ക് വീണുള്ള കണ്ടത്തിൽ വീണ് പകുതി മുങ്ങി കിടക്കുകയാണ്. ക്രെയിൻ വന്നാലേ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ പോകാതെ നിൽക്കുകയാണ്. പക്ഷെ ഇവരെന്ത് ചെയ്തു, കുറേ ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ടുവന്ന് വടമൊക്കെ കൊണ്ടുവന്ന് ഈ വണ്ടി അവിടുന്ന് പൊക്കിയെടുത്ത് റോഡിൻ്റെ സൈഡിൽ വെച്ച് വർക്ക്ഷോപ്പുകാരനെ വിളിച്ച് അയാൾ വന്ന് വണ്ടി കൊണ്ടുപോയി. അത് കോഴിക്കോട് നടക്കും. ഞാൻ എന്റെ കോട്ടയത്താണെങ്കിൽ പോലും ക്രെയിൻ വിളിക്കില്ല. ക്രെയിൻ വിളിക്കുകയല്ല, നമ്മൾ തന്നെ വിളിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യമുണ്ട്, ഈ 2 കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് ഭയങ്കരമായി ശ്രദ്ധേയമായി തോന്നിയൊരു കാര്യമുണ്ട്. വൈകുന്നേര സമയമാണ്, 7 മണി സമയത്തൊക്കെ. അപ്പോൾ ഒരു ഗ്രാമമേഖലയാണത്, കുറച്ച് അകത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്.
അവിടെ ഒരു പോയിന്റിൽ നമ്മൾ സഹായിക്കണം എന്ന് വിളിച്ചു പറയുമ്പോൾ ഒരു 10-20 ചെറുപ്പക്കാർ ഓടി വരിക എന്ന് പറയുന്നത് എൻ്റെ നാട്ടിൽ ഇപ്പം പോസിബിൾ അല്ല. കാരണം അങ്ങനെ ചെറുപ്പക്കാരില്ല. ഇല്ല, ചെറുപ്പക്കാരില്ല എന്ന് മാത്രമല്ല, അവരങ്ങനെ ഒരു സ്ഥലത്ത് അസംബിൾ ചെയ്യുകയോ കവലകളിൽ കൂടുകയോ ചെയ്യുന്നതേ ഇല്ല. ഇവിടെ എന്ന് വെച്ചാൽ ആൾക്കാർ എപ്പോഴും പുറത്തിറങ്ങുകയും ഒരുമിച്ച് കൂടുക, ചായക്കടയിൽ പോയി ചായ കുടിക്കുക. അവിടെ എൻ്റെ നാട്ടിലെ എൻ്റെ പ്രോപ്പർ സ്ഥലം ഞാൻ പറഞ്ഞിട്ട് അവിടെ ഈ ചായക്കട സംസ്കാരം എന്ന് പറയുന്ന സംഗതി പോലും എല്ലാവരും ചായക്കടയിൽ പോയി വൈകുന്നേരം ചായ കുടിക്കുക എന്നൊരു സാധനം പോലില്ല. അപ്പോൾ ആൾക്കാർ അങ്ങനെ കൂടുന്ന ഒരു സംസ്കാരത്തിന്റെ ഗുണഫലമാണ് ഞാൻ അനുഭവിച്ചത്. ഇല്ല, വണ്ടി കണ്ടത്ത് തന്നെ കിടക്കും എന്ന് മാത്രമല്ല, നിങ്ങളും അതെ, വണ്ടി എടുത്ത് റോഡിൽ വെക്കണം എന്ന് അവർ തീരുമാനിച്ചു. അവർ കയറെ കൊണ്ടുവന്ന് എടുത്ത് കയറ്റി വെക്കുകയും ചെയ്ത് വർഷോപ്പാരനെ വിളിച്ചു. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപക്ഷെ ഒരു പുതിയ ആളെന്ന നിലയ്ക്ക് എല്ലായിടത്തും അത് പോസിബിൾ ആയ ഒരു കാര്യം അടിക്കുന്നില്ല. അവനിപ്പോൾ എന്ത് സോക്കറ്റ് കാണിച്ചിട്ടാണോ പോയി ചാടിയെന്നൊക്കെയുള്ള അഭിപ്രായം പറയുള്ളൂ. അവൻ്റെ അഹങ്കാരം എല്ലിനിടെ കുത്തിയിട്ടില്ല, അവൻ അങ്ങോട്ട് ഓടിക്കാൻ പോയത്, അല്ലേ പോയി അവിടെ ചാടേണ്ടതായിരുന്നു എന്നതൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇത് റോഡ് സംസ്കാരത്തിന്റെ പ്രശ്നം പറയുമ്പോൾ ഇത്ര ഭയങ്കര ഹെൽപ്പിംഗ് മൈൻഡുള്ള മനുഷ്യർ, ഈ ഹെൽപ്പിംഗ് മൈൻഡ് സംവിധാനം കൊണ്ടാണ് ആളുകൾ ഈ പ്രൈവസിയിലേക്ക്. ഇപ്പോൾ ഒരാൾ നിങ്ങൾ വണ്ടി നിർത്തിയിട്ട് വെറുതെ ഇരിക്കാന്നിരിക്കും, എന്താ ഇവിടെ വെറുതെ നിൽക്കുന്നത് എന്നാൽ ഒരാളെങ്കിലും വന്ന് ചോദിച്ചിരിക്കും. നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ വെറുതെ നിൽക്കുകയാണ്, നിങ്ങൾ എന്താ നിൽക്കുന്നത്, എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആക്ച്വലി അപ്പൊ നമ്മൾ വിചാരിക്കും ഇയാൾക്ക് എന്തിന്റെ കേടാണ്, നമ്മുടെ ചുമ്മാ ഇരുന്നോളൂ. പക്ഷെ അയാൾ ചോദിക്കുന്നത് നമുക്ക് ആവശ്യമുണ്ടോ? ആ ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് ചിലപ്പോഴെങ്കിലും. എന്നതുകൊണ്ട് ഈ കോഴിക്കോട്ടുകാർക്ക് മുഴുവൻ ഞങ്ങൾ അടച്ചു തരാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന്റെ കൂടെ അങ്ങ് നൈസിലെടുത്ത് കളയാം ഞങ്ങളെന്ന്. അല്ല, അതുകൊണ്ടല്ലോ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അപ്പൊ ഈ നന്മ എവിടെയും പോയിട്ടില്ല. പക്ഷെ അത് കോഴിക്കോട് മാത്രമാണ് കിടക്കുന്നത് ഞാൻ പറയുന്നില്ല, എല്ലായിടങ്ങളിലും ഉണ്ട്. അതൊരു മനുഷ്യന്മാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള സാധനം. ജില്ല എന്നുള്ള ഒരു സാധനമല്ല, തെക്ക് വടക്കൊന്നൊന്നുമല്ല, മനുഷ്യന്മാർക്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ് സംഭവം. ഈ സാധാരണക്കാർക്ക് ഒരു പ്രിവിലേജ് ഉണ്ട്, അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ സാധാരണക്കാർ എന്ത് ചെയ്യും എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ടല്ലോ. സാധാരണക്കാർക്ക് ഒരു പ്രിവിലേജ് ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് ഇവിടെ കൂടുതലായിട്ട്. അതായത് സാധാരണക്കാരായ ആളുകളെ എപ്പോഴും സാധാരണക്കാരനാണ് ഇവിടെ പ്രിവിലേജ്. നീ വലിയ ആളല്ലേ, അല്ലെങ്കിൽ നീ വലിയ കാശുകാരനല്ലേ, ലക്ഷറി കാറിൽ വരുന്നവനല്ലേ. അപ്പൊ സാധാരണക്കാർക്ക് കുറച്ച് പ്രിവിലേജ് കൂടുതലായിട്ട് തോന്നുന്നു. ഞങ്ങൾ സാധാരണക്കാർക്ക് ഈ റോട്ടിൽ കൂടെ പോകേണ്ടതെന്ന് ചോദിക്കാറുണ്ടല്ലോ. ഞങ്ങൾ സാധാരണക്കാർക്ക് ജീവിക്കേണ്ട എങ്ങനെയാണെങ്കിൽ സാധാരണക്കാരെങ്ങനെ ജീവിക്കും? നിങ്ങൾ എങ്ങനെ കാണിച്ചാൽ ചോദ്യമല്ലേ, സാധാരണക്കാരെങ്ങനെ ജീവിക്കും? പിന്നീട് കേൾക്കുന്ന ഒരു സംഗതി, പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ ഓട്ടോക്കാർ. നമ്മൾ ഏത് ടൗണിലും ഏത് ഗ്രാമത്തിലും ചെന്നിറങ്ങിയാൽ അതിന്റെ സംസ്കാരവും അവിടുത്തെ ആളുകളുടെ പൊതുവായ സ്വഭാവം ഓട്ടോക്കാർ റിഫ്ലക്ട് ചെയ്യും, അവരിൽ റിഫ്ലക്ട് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. പണ്ട് കോഴിക്കോടിനെ കുറിച്ച് കേട്ടിരുന്ന ഭയങ്കര കഥയാണോ, കോഴിക്കോടിന്റെ നന്മ നിങ്ങൾക്ക് വന്നിറങ്ങുന്ന ആദ്യത്തെ മൊമെന്റിൽ ഓട്ടോക്കാരിൽ നിന്ന് പ്രകടമായി തുടങ്ങുന്നു. ഇപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഓട്ടോ വളരെ കുറവാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇവിടെ വന്ന ശേഷം. പണ്ട് വന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായ നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പോയപ്പോൾ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്തെക്കുറിച്ച് ഒരു സിനിമയിലെ ഇന്ദ്രൻസ് ചോദിക്കുന്നുണ്ട് ഓട്ടോക്കാരോട്, തിരുവനന്തപുരത്ത് ഇപ്പോൾ 2 സെക്രട്ടേറിയറ്റ് ഒക്കെ ആയല്ലേ മോനെ, കാരണം അയാൾ അതിന് മുമ്പ് വന്നിട്ടുണ്ട്. അല്ല, സ്വാഭാവികമായിട്ട് കോഴിക്കോട് ഓട്ടോക്കാരുടെ നന്മ നമ്മൾ പണ്ട് മുതലേ പറയുന്നതാണ്. പക്ഷെ ചെറിയ ചില വ്യത്യാസങ്ങളും ചെറിയ ചില അപവാദങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് അങ്ങനെ തന്നെ തുടരുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കില്ല. അതായത് ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് വന്ന് ചെന്ന് ഇറങ്ങുമ്പോൾ കാറൊന്നും ഇല്ലാത്തൊരു ആൾ ഏറ്റവും ആദ്യം നമ്മൾ പോകുന്നത് ഓട്ടോക്കാരടുത്താണല്ലോ. സ്വാഭാവികമായിട്ടും കൃത്യമായി സ്ഥലത്ത് കൊണ്ടെടുക്കുന്നു. ഒരു 50 രൂപ കൊടുത്താൽ 30 രൂപയാണെ ബാക്കി 20 രൂപ കൊടുക്കുന്നു, അതിന്റെ പേര് തർക്കിക്കുന്നില്ല. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. മീറ്റർ കാശ് കൊടുക്കാന്നുള്ളതാണ് കോഴിക്കോട്ടെ പ്രശ്നം. അതല്ല, കോഴിക്കോട് മീറ്റർ കാശ് കൊടുത്താൽ പോരാ, റിട്ടേൺ നമ്മൾ കൊടുക്കണം. അത് എല്ലാ സമയത്തും ഇല്ല, അത് രാത്രി 9 മണിക്ക് ശേഷമുള്ള എല്ലാ സമയത്തും. പക്ഷേ ഈ ചുറ്റിക്കറക്കലില്ല കോഴിക്കോട് ഭാഗത്ത്. തിരുവനന്തപുരത്ത് ആ ഭാഗത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് തന്നെ നല്ല ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന സമയത്ത് സിനിമയ്ക്ക് പോയത്, രാത്രി സിനിമയ്ക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾക്ക് വഴി അറിയില്ല, കൃത്യമായിട്ട് വഴി അറിയില്ല. നമ്മൾ പുതുതായിട്ട് വന്ന് പെട്ടവരാണല്ലോ. അപ്പോൾ ഈ ഒരു ഓട്ടോറിക്ഷയിൽ കയറുന്നു, അയാൾ ഞങ്ങൾ എത്തിക്കേണ്ട സ്ഥലത്ത് നിന്ന് വേറെ ഭാഗത്തു കൂടെ ചുറ്റി ലുലുമാളിൻ്റെ അതിലൂടെ കൂടെ ഒക്കെ ചുറ്റിയിട്ടാണ് ഞങ്ങളെ പിന്നെ ചാക്കയിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അയാൾ ഞങ്ങളെ ചുറ്റിച്ചിട്ടാണ് കൊണ്ടെത്തിച്ചതെന്നുള്ളത്. അതിന് പകരം ഇപ്പം നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ഊബറാണ് കൂടുതൽ ഉപയോഗിക്കുക. അതാവുമ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് നന്മ കൂടുതലായതുകൊണ്ട് ഇവിടെ ഊബർ അത്ര വ്യാപകമല്ല, നമുക്കിവിടെ നന്മയുണ്ട്. അതുകൊണ്ടാണ് നന്മയുള്ളതുകൊണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ചുറ്റിക്കറക്കി എത്തിക്കുമ്പോ അത്രയും പെട്രോൾ നഷ്ടമാവില്ല? പൈസ കൂടുതൽ വാങ്ങിക്കാൻ പറ്റുമല്ലോ, പൈസ കൂടുതൽ മേടിക്കും. എന്തുകൊണ്ടാണ് കോഴിക്കോട് ഊബറില്ലാത്തത്? അല്ല, ഞാൻ പറഞ്ഞത് അത്രയും പെട്രോൾ. അല്ല, കോഴിക്കോട് എന്തുകൊണ്ട് ഊബറില്ല അത് പറ. കോഴിക്കോട് ഊബറിലേച്ചാ കോഴിക്കോട് നല്ലവരായ ഞങ്ങൾ ടാക്സി നല്ലവരായ ഞങ്ങൾ സമ്മതിക്കുന്നില്ല, അതിന്റെ കാര്യം. ഊബർ അല്ലേ, ഞങ്ങൾ കുറച്ച് വന്നിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല. അത് ഓടാൻ പറ്റില്ല, കാലും കൈ ഞങ്ങൾ തല്ലി ഓടിക്കും. അതാണ് ചെറുതായിട്ടൊന്ന് കാലും കൈ തല്ലി ഓടിക്കുകയുള്ളൂ. നമുക്ക് ഇങ്ങനെ തന്നെയാണ് ആൾക്കാരെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ കണ്ടുമുട്ടിയ ആൾക്കാർ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. ഊബറില്ലാത്തത് അല്ല, ഓട്ടോറിക്ഷക്കാരുടെ. ഞാൻ ചോദിക്കുന്നത് ഊബറില്ലാത്തതാണ്. ഊബറില്ലാത്തത് നമുക്ക് പറയാം. ഞാൻ 10-12 വർഷമായി അവിടെ കണ്ടിട്ടില്ല ഊബർ. നമ്മൾ ഊബർ അനുസരിച്ച് കിട്ടാറുമില്ല. ഇവിടെ ഊബർ കുറവാണ്. കൂടുതലായതുകൊണ്ടാണ് ഈ പറയുന്നത്. അല്ല, എന്ന് കരുതി തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ എല്ലാവരും ചുറ്റിക്കുമെന്നില്ല എന്നാ ഞാൻ പറഞ്ഞത്.
ശരിക്കും ഊബറില്ലാത്തതിന്റെ കാരണം ആൾക്കാർ തടയുന്നതുകൊണ്ട് മാത്രമായിരിക്കില്ല. നേരത്തെ പറഞ്ഞ പോലെ ഈ നഗരമായി അഭിനയിക്കുന്ന ഗ്രാമത്തിന്റെ പ്രശ്നം ആ കൂടിയാണ്. ഒരു പ്രശ്നം റിക്വയർമെന്റ് ആൻഡ് നീഡിന്റെ ഇഷ്യൂ ഉണ്ടല്ലോ. അർബനൈസേഷൻ വളരെ മടിച്ചു വരുന്ന സ്ഥലമായിട്ട്. പതിയാണ് ഫാഷന്റെ കാര്യത്തിലൊക്കെ ഫാഷൻ ഉണ്ട്, ഫാഷൻ മലബാർ തന്നെയാണ് ഇപ്പോഴും അല്ലേ. അർബനൈസേഷന്റെ കാര്യത്തിൽ കുറവാണ്. ഫാഷൻ നേരെ തിരിച്ച്. ഫാഷൻ നേരെ തിരിച്ചാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. കാസർഗോഡ് കണ്ണൂരൊക്കെ നല്ല ഫാഷൻ, നല്ല എനിക്ക് തോന്നുന്നു കോഴിക്കോടിനേക്കാൾ മികച്ചു നിൽക്കുന്ന അതിന്റെ കാരണം കാസർഗോഡ് ബോംബെ ബന്ധമാണ്. അതുകൊണ്ടാണ് കാസർഗോഡ് ആദ്യം ഫാഷൻ വരുന്നത്. പക്ഷെ ബാക്കി കാര്യത്തിലെല്ലാം കാസർഗോഡിനെ ഈ മലബാറിന്റെ മൊത്തം ടോട്ടൽ സംഗതിയായിട്ട് ബന്ധിതമാണോ? അവര് വേറെ ഒരു ഡെവലപ്മെന്റൽ കാര്യത്തിലായാലും കാസർഗോഡിനെ ഒന്ന് അകറ്റി നിർത്തുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പല ഇവരുടെ മൊത്തം പ്രൗഡിന്റെ കൂടെ കാസർഗോഡിനെ ചേർക്കുന്നുണ്ടോ? എനിക്ക് സംശയമാണ്. അവരുടെ ഭാഷയെ, അവരുടെ സ്റ്റൈലിനെ, അവിടുത്തെ ആൾക്കാരെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അല്ലേ? ഉണ്ടോ ജിൽസി? ശരിയാണ്. ഒന്ന് ഞങ്ങൾ കാസർഗോഡ് കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ അവിടെ പറഞ്ഞ് നിൽക്കുവരും. കർണാടകയിലാണെന്ന് തോന്നുന്നു. അതാണ് കാസർഗോഡിന് നമുക്ക് അങ്ങനെ ഒന്നും അങ്ങ് ചേർത്ത് പിടിക്കുന്നില്ല എന്നുള്ളത് ഈ പ്രശ്നം വയനാടിനും ഇല്ല. വയനാട് മലബാറിലാണല്ലോ. യെസ്, മലബാറിന് ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ചുരം കയറുന്നതുകൊണ്ട് മലബാറിനെ സോറി വയനാടിനെ ഇവർ അംഗീകരിക്കും. കാരണം ഇവർക്ക് പോകാൻ 2 സ്ഥലങ്ങളിൽ, ഒന്ന് ബീച്ചും ഒന്ന് വയനാട്. അതുകൊണ്ട് പക്ഷെ കാസർഗോഡിനെ ഇവരങ്ങനെ ചേർത്തിട്ടില്ല. അത് ഈ പറയുന്ന സംഗതിയുണ്ട്. അവരോട്ട് എത്ര വർഷമായി കോഴിക്കോട്ട്? ഞാനിപ്പോ 7 വർഷമായി. എവരൊന്നും പറയണ്ട, എവരൊന്നും പറയണ്ട, നിങ്ങളൊക്കെ കോഴിക്കോട് തന്നെ നിൽക്കുന്ന ആളുകൾ ഇവിടുന്ന് ഞാനും എന്നെ അജിപ്സിനെ പോലുള്ള ആൾക്കാർ വന്ന് ചില സംഗതികളോട് ചെയ്തു കൊടുക്കുക അല്ലേ? അതിനൊക്കെ നമ്മൾ അവിടുന്ന് വരേണ്ടി വരികയാണ്. അതുകൊണ്ട് എന്താ തെക്കെന്നുള്ള കുറെ പ്രശ്നങ്ങൾ ഇപ്പൊ കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. കുറച്ച് പേര് ഇങ്ങോട്ട് വരുന്നതുകൊണ്ടേ കുറച്ചുകൂടെ അല്ല ഞാൻ പറയുന്നത്, നമ്മളിപ്പോ സോഷ്യൽ മീഡിയ ഒക്കെ വന്ന സമയത്തെ കുറച്ചുകൂടെ നേരത്തെ പറഞ്ഞ പോലെ നേരത്തേക്ക് കുറച്ചുകൂടെ ഒരു ഹെയ്റ്റഡ് പോലെ എനിക്ക് തോന്നി. ഹെയ്റ്റഡ് അല്ല, ഒരു തരത്തിൽ നമ്മൾ ഈ ജില്ലയെ പറ്റി അറിയാഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാനൊക്കെ ഒരു ആദ്യ ജോലിക്കൊക്കെ തിരുവനന്തപുരത്തൊക്കെ പോകുമ്പോൾ ഈ മലബാറുള്ള കുറേ കാര്യങ്ങൾ വളരെ മോശമായിട്ടാണ് കണ്ടിരുന്നത്. അത് ഈ ഫാൻസ് ഫൈറ്റ് ക്ലബിലാണ്. അല്ല ഞാൻ പറഞ്ഞു നേരിട്ട് ബ്രോ എവിടെയാ വീട്, വയനാടാണോ എന്ന് ചോദിക്കുന്നപ്പോഴാണ് ഒരു വിവരം അറിയാൻ വൈകി, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കാലം തെറ്റി പോസ്റ്റ് ചെയ്താൽ തൊട്ടടിയിൽ വന്നിട്ട് ഇടുക്കിയിലാണോ വയനാടാണോ, അങ്ങനെ അത് ഒരു ബാക്ക്വേർഡ് ആണെന്നുള്ള രീതിയിൽ സ്കൂളിൽ പോകുന്ന എങ്ങനെയാ വള്ളിയിൽ തൂങ്ങിയാണെന്നൊക്കെ ചോദിക്കും, അങ്ങനെയൊക്കെ ചോദിക്കുമല്ലോ. അത് ഹേറ്റഡ് തന്നെയാണ്. തീർച്ചയായിട്ടും വയനാട്ടിലെല്ലാവരും അങ്ങനെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇടുക്കിയിൽ അങ്ങനെയാണ്. അത് ഈ ഫാൻസ് ഫൈറ്റ് ക്ലബിലെ ഊളത്തരാണ്. പക്ഷേ ഈ ലാംഗ്വേജിന്റെ കാര്യം ചോദിക്കട്ടെ, മലപ്പുറംകാരിയാണല്ലോ. അപ്പം നമ്മൾ ഈ ഭാഷ പഠിക്കുമ്പോൾ കറക്റ്റായിട്ട് അക്ഷരങ്ങൾ ഇവിടുന്ന് നമ്മൾ പഠിച്ച് ചെറിയ പ്രായത്തിൽ പഠിച്ചു പോകുന്നുണ്ടല്ലോ, പിന്നെ അത് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ അതല്ലായിരുന്നു അത് എന്ന് തോന്നിയൊരു സന്ദർഭമുണ്ടോ ഉച്ചരിക്കുന്നതിൽ? അത് ഒന്നാമത്തത് ഭായാണ് ഏറ്റവും വലിയ സംഭവം. നിങ്ങൾ മയാന്നല്ലേ പഠിക്കുന്നത്? പഠിക്കുന്നൊന്നുമില്ല. കമന്റിലൊക്കെയും ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ യാ എന്ന് കിളിച്ചുണ്ടൻമാമ്പഴ സിനിമ വന്നതിന് ശേഷം മലപ്പുറത്തെ ലാംഗ്വേജ് ഇങ്ങനെയാണെന്നുള്ള സാധനം മഴത്തിന് മയ എന്ന് എഴുതുന്ന ആൾക്കാരുണ്ട്, പറയുന്നവരുണ്ട്, എഴുതുന്നവരുണ്ട്. അങ്ങനെ പറ്റി പോകുന്നുണ്ട്. അല്ല ഞാൻ കുഴപ്പമായിട്ട് പറയല്ല കേട്ടോ, ഞാൻ അത് കുഴപ്പമായിട്ട് പറയല്ല. അങ്ങനെ സീരിയസ്ലി അത് യായാണെന്ന് വിചാരിക്കാൻ സിനിമ ടാഗ് ലൈൻ അതായിരുന്നല്ലോ, മഴയുടെ പര്യായമാണ്. എവിടോ പറഞ്ഞു കിട്ടുന്നത്. അല്ല ഞാനത് കുഴപ്പമായിട്ട് പറയല്ല, വിചാരിക്കുകയും അങ്ങനെ പറയുകയും എഴുതുകയും ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാനൊക്കെ വിചാരിച്ചു അയ്യോ ഇത് ഞാൻ പഠിച്ചത് കംപ്ലീറ്റ് തെറ്റാണല്ലോ, ഇനി വീണ്ടും പഠിക്കണമല്ലോ എന്ന് കരുതിയ കാലങ്ങളുണ്ടായിരുന്നു. ഈ പറഞ്ഞ ഭാഷയുടെ അത് എങ്ങനെയാ അക്ഷയ പഠിച്ചത്? ഞാൻ പിന്നെ എവിടെയാണ്? ഞാൻ മഞ്ചേരി. അവിടുത്തെ ഭാഷയുടെ പ്രത്യേകത എന്താണ്? അവിടെ എന്താ പ്രധാനം? അതെ, ഞങ്ങൾക്ക് പ്രധാനം ബിരിയാണിയാണ്. ഞങ്ങളുടെ ഫുഡാണെങ്കിൽ പ്രധാനം ബിരിയാണിയാണ്. പക്ഷേ മഞ്ചേരി ഭാഷയാണോ അക്ഷയ സംസാരിക്കുന്നത്? അല്ല, ഞാൻ പഠിക്കാൻ പോയത് വയനാടാണ്, പിന്നെ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തു. അങ്ങനെ എന്റെ ഭാഷ ഭയങ്കരമായിട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഭാഷയിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. എല്ലാതും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഭാഷയായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഇച്ചിജും അങ്ങനത്തെ ഒരു കോമഡി ഉണ്ട്, കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇച്ചിജും എന്ന് പറയുന്ന, അതായത് എനിക്ക് നീയോ എന്നുള്ള ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു കഥ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഒരു കാമുകനും കാമുകി പറയുന്നു കാമുകനോട് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കാമുകൻ പറയണ ഇച്ചിജും, അതായത് എനിക്ക് നീയോ അങ്ങനെയാണെന്ന് പറയുന്നത് നമ്മളൊരു ലാംഗ്വേജ് അങ്ങനെയാണ്. ഇജി, എന്റെ, അന്റെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മലപ്പുറത്തുണ്ട്, സ്വാഭാവികമായിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷെ ഈ യാന്ന് എഴുതുന്നതൊന്നും എനിക്കറിയില്ല. ചിലപ്പോ അങ്ങനെ ആയിരിക്കാം, അതായത് പറഞ്ഞ് ശീലിച്ച് നമുക്ക് അറിയാണ്ട് എഴുതുന്ന സമയത്ത് അങ്ങനെ വരുന്നതായിരിക്കാം. നമുക്കുണ്ടല്ലോ ബേങ്കി ബേങ്കി ബേങ്കി. കണ്ണൂരുണ്ട്. ബേങ്കി ബേങ്കി എന്ന് പറയും. നമ്മുടെ സൈനയുടെ പാട്ടിലുള്ള അതെ, ബേങ്കി ബേങ്കി ബേങ്കി. പെട്ടെന്ന് ഇറങ്ങി. ഈ ഭാഷ ഉപയോഗിച്ച് നന്നായി ഇപ്പം അനൗൺസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? അത് ഈ ഭാഷയുടെ ഒരു മനോഹാരിത അവർ ഉപയോഗിക്കും. പിന്നെ പണ്ട് മുസ്ലിം ലീഗിന്റെ ഒരു പ്രാസംഗം ഉണ്ടായിരുന്നു, സിദ്ദിഖ് അലി രാങ്ങാട്ടൂർ. പുള്ളിയുടെ പ്രസംഗം പണ്ട് ഭയങ്കര വൈറലായിരുന്നു. ഇപ്പൊ കൃഷിയെ കേൾക്കാറില്ല. ഈ ഭാഷയെല്ലാം സംസാരിക്കുക മലപ്പുറത്തിന്റെ ഭയങ്കര രസമാണ്. സോഫിയ മെഹർ അതുപോലെ തന്നെ സംസാരിക്കുന്ന ഒരാളാണ്. നിയമസഭയിലെ പി കെ ബഷീർ
സൂപ്പർ. പൊന്നാര CM. രസമാണ്. നമ്മൾ അങ്ങനെ സംസാരിക്കുമ്പോ പൊന്നാര, ഇന്റെ പടപ്പേ, അങ്ങനെയൊക്കെ പറയുന്ന കുറെ സാധനങ്ങളുണ്ട്. ചെങ്ങായി, ചെങ്ങായി, ഒലക്കമ്മേലെ, എന്തോ എന്റെ ഒലക്കം ഇജയിന് നിക്കല്ലേ, അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. വിലക്കാണ്ട് പോകണം. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന ആൾക്കാരുണ്ട് ഈ ഭാഷയിൽ. ഇതേ ഭാഷ എഴുതുമ്പോ ഇല്ലാന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെ തന്നെ എഴുതുന്ന ആളുകളുണ്ട്. അതുണ്ട്. പക്ഷെ അതിന്റെ രസമുള്ള സംഗതി നിങ്ങൾക്ക് കോട്ടയത്ത് പോലും കേട്ടോ. കോട്ടയത്ത് അങ്ങനെ പറ. എന്നാടാ എന്താ പറയാ, കോട്ടയത്ത് അങ്ങനെ ഉപയോഗിക്കുന്ന ഭാഷ എന്നാടാ? ഫോൺ എടുത്താ ഫസ്റ്റ് പറയടാ. വിലയെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ. ഷർട്ട് കൊള്ളാൻ തോന്നിയല്ലേ, എന്നാ കൊടുത്തു, എത്ര വില എന്നുള്ളത് ആൾക്കാരുടെ ചോദ്യം എന്നാ കൊടുത്തു. പിന്നെ ഈ പറഞ്ഞ ഒരു വലിയ വെല്ലുവിളിയാ കോട്ടയം ജില്ലക്കാർക്ക് ഇതുവരെ മറികടക്കാൻ ശരി പറ്റിയിട്ടില്ല. വിചാരിക്കുന്നു, അതെ, ശരിയതാന്ന് അവർ വിചാരിക്കുന്നു. പുതിയ ആളുകളൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അത് മറികടക്ക വലിയ വെല്ലുവിളിയാ ഈ കോട്ടയം ജില്ലക്ക്. ഞാനൊക്കെ മറികടന്നു. വിജയകരമായി എറണാകുളം ജില്ലയിൽ എത്ര സ്ലാങ് ഉണ്ടെന്ന് അറിയോ? കോതമംഗലത്തിന്റെ ഒരു കോതമംഗലം സ്ലാങ് കോട്ടയം സ്ലാങ് സെയിം ആണ്, ഏറെക്കുറെ സെയിം ആണ്. നമ്മള് കട്ടപ്പനയിൽ ഋത്തിക് റോഷനിൽ അവർ പറയുന്നില്ല, അത് ഇടുക്കി ഭാഷയല്ല, അത് കോതമംഗലം മൂവാറ്റുപുഴ തൊഴിലുറ ഭാഷയാണ്. അതാണ് ശരിക്കും ഞങ്ങളുടെ ഭാഷ. അതാണ് ഏകദേശം കോട്ടയം സ്ലാങ്ങുമായിട്ട് ചെറിയത്. അതല്ലാതെ വേറെ സ്ലാങ്, പെരുമ്പാവൂർ എന്ന സ്ലാങ് മാറും. വെറും 20 കിലോമീറ്റർ അപ്പുറം ചെന്ന സ്ലാങ് മാറി. പെരുമ്പാവൂർ കുറച്ചുകൂടി തൃശ്ശൂർ ടച്ചുള്ള ഭാഷയാണ്. ആലുവ എന്ന സ്ലാങ് മാറുന്നു. പറവൂർ വൈപ്പിൽ വേറെ സ്ലാങ് ആണ്. മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി വേറെ സ്ലാങ് ആണ്. പ്രയോഗങ്ങൾ ഇപ്പൊ പത്തനംതിട്ടയും കോട്ടയം തമ്മിൽ വളരെ അടുത്തുള്ള സ്ഥലമാണെങ്കിലും പത്തനംതിട്ടക്കാരുടെ പ്രയോഗങ്ങളുണ്ട്. ദോണ്ട് അവിടെ ദോണ്ടെ അവിടെ നിൽക്കുന്നുള്ള അവരുടെ പ്രയോഗമാണ്. അവരൊരു വാക്ക് പറയില്ല, കരോട്ട് എന്ന് വെച്ചാൽ അറിയാമോ? മുകളിൽ നിന്ന് ഇപ്പൊ ഒരു പറമ്പ് ഇങ്ങനെ മുകളിലേക്ക് കരോട്ട് എന്ന് വെച്ചാൽ മുകളിൽ നടത്തും എന്ന് വെച്ചാൽ മുകളിൽ നിൽക്കുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ്. വേറെ എവിടെയും പറഞ്ഞ ആർക്കും മനസ്സിലാവത്തില്ല. ചപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താ ചപ്പും ചവറ് എന്നുള്ള സാധനം. കണ്ണൂർ പോയി കഴിഞ്ഞാൽ അത് ചപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്കറികൾക്ക് പറയുന്ന ചപ്പ് കറി. മല്ലിയിലൊക്കെ ഇവിടെ ചപ്പെന്ന് പറയാം. പക്ഷെ നമ്മളിവിടെ ഇല്ല, നമുക്കില്ല. ചപ്പ് എന്ന് പറഞ്ഞാൽ മല്ലിച്ചപ്പെന്ന് പറയില്ല, മല്ലിച്ചപ്പ് എന്ന് പറയും, മല്ലിച്ചപ്പ് എന്ന് പറയും. പക്ഷെ ചപ്പ് എന്ന് പറയില്ല നമ്മളങ്ങനെ. തിരുവനന്തപുരം പറയുന്നത് എന്ത് ചെറിയുന്നേ, ചാടിക്കളയുണ്ട്. അത് അവരുടെ അത് കളയൂ, എറിഞ്ഞു കളയൂ എന്നുള്ളതാണ്. കണ്ണൂരൊക്കെ അല്ലേ, കണ്ണൂരല്ലേ പറയുന്നത് ചാടിക്കള. ഇതേ പ്രശ്നം പള്ളയെ പോയി പള്ളയെന്നുള്ള പ്രയോഗം തെക്കാണ്. പള്ളയെ പോയി എന്ന് പറഞ്ഞാൽ വീണു പോയി എന്നാണ്. അയ്യോ, ശരി. നമുക്കിവിടെ പള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറെന്നല്ലേ. പിന്നെ പള്ളയക്കളയ, പിന്നെ ഇടുക്കി പോയ പള്ളയക്കളയാന്ന് വെച്ചാൽ പരിയമ്പറത്ത് എന്നൊക്കെ പറയില്ല, വീട്ടിന്റെ പുറത്തുള്ള സ്ഥലം അവിടെയുള്ള വേസ്റ്റ് എറിഞ്ഞ് കളയില്ലേ. പരിയമ്പറത്തുന്നൊരു വാക്കുണ്ട്. എന്റെ ഫോൺ ചാടിപ്പോയി വീണുപോയി. പരിയമ്പറത്ത് എന്നുള്ള വാക്ക് വീടിന്റെ അടുക്കള ഭാഗത്തിന്റെ പുറത്തുള്ള ഏരിയ ഇല്ലേ, നമുക്ക് എന്തെങ്കിലും പെരുമാറാൻ പറ്റുന്ന സ്ഥലം, അതിനുപയോഗിക്കുന്ന വാക്കാണ് പരിയമ്പറത്ത്. പരിപ്രേക്ഷ്യം എന്നൊക്കെ ഇട്ടുണ്ടാവും. ഇത് പിന്നെ ഈ പറഞ്ഞ ഈ അങ്ങനത്തെ ഞാൻ പറഞ്ഞ കരോട്ടെന്ന വാക്ക്, അങ്ങനെ കുറെ വാക്കുകൾ അവിടെ ഉണ്ട്. പുറത്ത് പറഞ്ഞാൽ ഒരാൾക്ക് മനസ്സിലാവാത്ത ചില സംഗതികൾ കൊണ്ടു നടക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ ഓർമ്മയിലെല്ലാം കാസർഗോഡ് ചില ഫുഡ് ഐറ്റംസ് ഞാൻ കേട്ടിട്ടുണ്ട്. ബേക്കാച്ചി എന്നൊരു സാധനം കേട്ടിട്ടുണ്ട്. ബേക്കാച്ചി കേട്ടിട്ടുണ്ടോ? ഇല്ല. പഴംപൊരിയാണെന്ന് പറയപ്പെടുന്നു. പലരും പറഞ്ഞ് കൈമാറ്റം ചെയ്ത് കിട്ടിയ സാധനമാണ്. പഴംപൊരിക്ക് പൊതുവെ നിങ്ങൾ എന്താ പറയുക, ഏത്തക്കാപ്പം? ബോഞ്ചി എന്താണ് അപ്പൊ? നാരങ്ങ വെള്ളം, പഴംബോളി. നിങ്ങൾ എന്താ പറയുക, ഏത്തക്കാപ്പെന്നോ? അതിന് കുറെ പേരുണ്ട്. നമ്മളോട് പറഞ്ഞ ഏത്തക്കാപ്പം എന്നാണ്. ഏത്തക്കാപ്പം എന്ന് പറയും, പിന്നെ അത് വാഴക്കാപ്പം എന്ന് പറയും, പിന്നെന്താണ് പഴംപൊരി എന്ന് പറയും. പഴംപൊരി ഉണ്ടോ? പഴംപൊരി ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ടാവും. പണ്ട് ഞാൻ ശീലിച്ചിട്ടുള്ളത് എനിക്ക് ഏത്തക്കാപ്പം എന്നുള്ള പേരാണ്. അതുപോലെ നിങ്ങളുടെ ബോണ്ട എന്ന് പറയുന്നത് എന്താ? ഇവിടുത്തെ ഉണ്ടംപൊരിക്കാണ് തെക്ക് ബോണ്ട എന്ന് പറയാം. ഇവിടുത്തെ ബോണ്ടയ്ക്ക് അവിടെ ബജ്ജി എന്നാണ് പറയുന്നത്. ഇവിടെ ജിംസെ കായപ്പം, തെറ്റിക്കല്ലേ? കായപ്പം. കോഴിക്കോട് വെള്ളിയൂർ കായപ്പം എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, സ്ഥലം അറിയാൻ പറയുന്നത്. കായപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ബോണ്ട, അകത്ത് മൊത്തം ഫുൾ മൈദ ഉള്ളത്. അപ്പൊ നിങ്ങൾ ഉരുളക്കിഴങ്ങ് ഫില്ലിംഗ് ഉള്ളത് എന്താ പറയുന്നത്? ബജി. അവിടെയോ കോട്ടയത്തോ? കോട്ടയത്ത് ബജി അല്ലെ? ബജി കുറച്ച് മസാല മൊത്തം ചേർത്തിട്ട് വറക്കുന്ന ആ സാധനം ഉണ്ടോ? അത് ബജ്ജി ആയിട്ട് വരുന്നുണ്ട്. അതിന് ബജ്ജി. പിന്നെ പഴംപൊരി ഉണ്ടാക്കുന്നതിന് കടലമാവ് ഒരു സാധനമല്ല, അതിങ്ങനെ വീർത്ത് മുകളിൽ കുമ്പള പോലെ വരും. അങ്ങനത്തെ പഴംപൊരി അല്ല തെക്കൻ കേരളത്തിൽ പോയത്. പഴംപൊരി കുറച്ച് എനിക്ക് അരിമാവ് പോലെ ചേർത്ത് കുറച്ചുകൂടെ ഇവിടെ കടലമാവ് പോലെ സാധനം എന്തോ കലക്കിയിട്ട് എല്ലാം അതിനകത്ത് മുക്കി വറക്കല്ലേ. പക്ഷെ പലഹാരത്തിൽ എനിക്ക് തോന്നുന്നു കോഴിക്കോട് തന്നെയാണ് നല്ല വെറൈറ്റി പലഹാരം. ചില പലഹാരങ്ങൾ തെക്കാണ് നല്ലത് ഇവിടത്തേക്കാൾ. ഇപ്പോൾ ഈ പറയുന്ന സാധനം ഉണ്ടല്ലോ, എന്താ അതിന്റെ പേര് പറഞ്ഞ കായപ്പം കുറച്ചുകൂടി ടേസ്റ്റ് അവിടെയാണ്. പിന്നെ സവാള വട ഇവിടുത്തെ സവാള വടയല്ല, ഉള്ളിവട. അവിടെ വേറെ വടയാണ്. അങ്ങനെ ഇവിടെ എല്ലാം നല്ലതെന്ന് പറയാൻ പറ്റില്ല, ചിലതൊക്കെ അവിടെ തന്നെയാണ് നല്ലത്. എന്നാലും നമുക്ക് കുറച്ചുകൂടെ അധികം വെറൈറ്റി മീൻകറിയും അവിടെയാണ് നല്ലത്. ഇപ്പൊ ചോദിക്കാണ്ടിരിക്കുന്നു, ഇവിടെ മീൻ മുളകിട്ടത് മുളകിട്ടതല്ലാതെ പിന്നെ മീനകത്ത് വേറെ വല്ല ഇടും. ഇവിടുത്തെ കറിക്കിട്ടുള്ള പേരാണ് മീൻ മുളകിട്ടത്. അത് വേറെ ഒന്നും ഉണ്ടാവില്ല. മീൻകറി ഞങ്ങൾ തേങ്ങ അരച്ചിട്ടില്ലേ?
മീൻ മുളകിട്ടത് മുളകിട്ടത് നമ്മൾ മീൻ കറി വെച്ചാൽ അതാണ്. അതിന് മുളകിടേണ്ട കാര്യമില്ല, മുളക് അങ്ങനെ പറയേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. അതെന്താ വെച്ചാൽ ഞങ്ങൾക്ക് വേറൊരു ഡിഷ് കൂടെ ഉണ്ട്, തേങ്ങ അരച്ചുന്ന കറി കൂടെ ഉള്ളതുകൊണ്ട് അത് പ്രത്യേകം സ്പെസിഫിക് ആയിട്ട് പറയാണ് ഇത് മുളകിട്ടതാണ്, ഇത് തേങ്ങ അരച്ചതാണ്. അല്ലെങ്കിൽ കോട്ടയത്തും ഇടുക്കിയിലൊക്കെ പോയിട്ട് കപ്പ അതിന്റെ വിഭവങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ ജിൽസി? കോട്ടയത്ത് നിന്ന് കഴിച്ചിട്ടുണ്ട്, നല്ല കപ്പ ബിരിയാണി ഉണ്ട്, കഴിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്ന് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അവിടെ തന്നെ, എനിക്കൊന്ന് അവിടെ ഒറിജിനേറ്റ് ചെയ്ത സാധനമാണ് കപ്പ ബിരിയാണി. താറാവ് കറി അത് ആലപ്പുഴയിൽ നിന്ന് തന്നെ കഴിക്കും, കുട്ടനാട്ടിൽ നിന്ന് തന്നെ കഴിക്കണം. താറാവ് മപ്പാസൊക്കെ ഇവിടെ ഞാൻ താറാവ് കണ്ടിട്ടേ ഇല്ല അങ്ങനെ. ഇല്ല ഇവിടെ താറാവ് കമ്പാരിറ്റീവ്ലി നല്ല കുറവാ, താറാവില്ല. അതുപോലെ ഞണ്ട്, കരിമീൻ, ഈ സാധനമൊക്കെ തെക്കുന്ന് തന്നെ കഴിക്കണം. ഞണ്ട് ഇവിടെ ഉണ്ട്. ഞണ്ടൊക്കെ ഞങ്ങൾ സൂപ്പറായിട്ട് വെക്കും, വയ്ക്കും, പക്ഷെ അത്ര പോരാ. എനിക്കങ്ങനെ എനിക്കൊരിക്കലും വ്യക്തിപരമായിട്ട് കൊല്ലം ഒരു മോശം ജില്ല എന്ന് എനിക്ക് അനുഭവപ്പെട്ടിട്ടേ ഇല്ല. ഞാൻ കണ്ടിട്ടുള്ള മനുഷ്യന്മാർ, പരിചയമുള്ളവർ, എനിക്ക് നമ്മുടെ ഓഫീസിൽ തന്നെ കൊല്ലംകാരുണ്ട്, തങ്കപ്പെട്ട മനുഷ്യരാണ്, അടിപൊളി മനുഷ്യന്മാർ, നല്ല രസമുള്ള ആൾക്കാരാണ്. എനിക്കൊരിക്കലും ആ ഒരു മോശമായിട്ട് തോന്നിയിട്ടില്ല. എങ്ങനെയാണ് ആ ഒരു ഭാവുകത്വം വന്നതെന്ന് എനിക്ക് അതെ, മനസ്സിലായി. മാധ്യമങ്ങൾക്കൊണ്ട് പങ്ക് ചെറുതല്ല കേട്ടോ. കൊല്ലത്ത് എന്തെങ്കിലും അടി നടന്നാൽ ആദ്യം അന്വേഷിക്കുന്നത് ലൈസിന്റെ പേരിലാണെന്ന് അന്വേഷിച്ചാണെങ്കിൽ അത് പെരുപ്പിച്ചു കൊടുക്കുക അല്ലേ? അതാണ് മാധ്യമങ്ങൾ അങ്ങനെ സമീപിച്ചു വെച്ചു. കാരണം അവരെ കുറിച്ച് അങ്ങനത്തെ വാർത്ത വന്നാൽ അതിന് ട്രാക്ഷൻ ഉണ്ടാവും വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ട് ചെറുതല്ല. കൊല്ലത്താണോ എങ്കിൽ അടി ഉറപ്പാണ് എന്ന മട്ട അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് നേരത്തെ പറഞ്ഞ ഈ മുകേഷിന്റെ കാര്യം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കൊല്ലത്തോട് ഇഷ്ടോട് തോന്നാൻ തന്നെ ഒരു കാരണം, എവിടെ അങ്ങ് കൊല്ലത്ത് ചിന്നക്കട ജംഗ്ഷനിൽ ആടയിലൊക്കെ ഒരു 10-12 മണിയായി കാണുന്നത് അല്ലേ? 2-2:30 മണിയായി കാണും. ഇത്രയും സരസമായിട്ട് സംസാരിക്കാൻ അറിയുന്ന ഒരു മനുഷ്യൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അല്ല, കൊല്ലംകാർ മൊത്തം അങ്ങനെയാണ് സംസാരം, ഭയങ്കര തമാശക്കാരാണ്. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, നമ്മുടെ സലീലല്ലേ, സലു കൊല്ലംകാരനാണ്, കൊണ്ടുവറ രസമല്ലേ അവരോട് സംസാരിക്കുന്നത്. അതാണ് നല്ല വൈബുള്ള മനുഷ്യരാണല്ലേ. കിളവൻ കൈരളിയാണ്. ഈ പാവപ്പെട്ട മനുഷ്യനെ പറ്റി എന്തൊക്കെയായി പറഞ്ഞുണ്ടാക്കുന്നതെന്ന്. മുകേഷിനെ മറ്റേ ബോയിങ് സിനിമയ്ക്കത്തൊക്കെയുള്ള സംഗതിയിലുണ്ടോ? അല്ല, ഞാൻ വേറെ കാര്യം, ഞാൻ അടൂര് നാഗച്ചേച്ചിയുടെ വീട് അടൂരാണല്ലേ. നാഗച്ചേച്ചിയെ പറ്റിയുള്ള അഭിപ്രായം എന്താ ജിൽസിക്ക്? എനിക്കങ്ങനെ അത്ര നല്ലതും അല്ല മോശമല്ല, ഒന്നുമല്ല, ഒരഭിപ്രായമില്ല. അക്ഷര നല്ലതല്ലോ. എനിക്ക് അവരോട് ഭയങ്കരമായ ആരാധനയാണ്. ആരാധന തോന്നാൻ മാത്രം എന്താണ്? എനിക്ക് തോന്നുന്നത് അവർ ഭയങ്കരമായിട്ട് ഫെമിനിസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാൽ അവരെ പോലെ ഒരു ഫെമിനിസ്റ്റിനെ വെച്ചാൽ അത്രയും ഉറപ്പുള്ള ഒരു കാര്യത്തിൽ നിലപാടുകളിൽ ഒപ്പീനിയനിൽ ഉറപ്പുള്ള ഒരു ഫെമിനിസ്റ്റ് ഞാൻ അടുത്തിറക്കി കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല. ഞാൻ വളരെ അടുത്തിറക്കിയാണ് അവർ വീഡിയോസ് കാണാൻ തുടങ്ങിയത്. അവർ തെറിയൊക്കെ പറയുന്നു, അതാണ് എനിക്ക് വല്ലാതെ ഓടായി തോന്നുന്നുണ്ട് അത് ചില സമയത്ത്. അവരുടെ തെറിയൊക്കെ ഭയങ്കര പൊളിറ്റിക്കലായിട്ട് എനിക്ക് തോന്നിയത്. അവരാ പറയുന്ന തെറി ശരിക്കും ആണുങ്ങളുടെ തലമണ്ടയ്ക്കിട്ട് അടിച്ചിട്ടാണ് ആ തെറി പറയുന്നത്. അവർ സ്ത്രീകളെ തെറി വിളിക്കാറില്ല, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ സ്ത്രീകളോട് ഭയങ്കര മര്യാദയ്ക്കാണ് സംസാരിക്കുക. ഞാൻ 1-2 ഇന്റർവ്യൂ അവരെ കണ്ടു. അപ്പോൾ സ്ത്രീകളാണ് അവർ ഇന്റർവ്യൂ ചെയ്യുന്നത്. പൊന്നെ മുത്തേന്നൊക്കെയാണ് ഇന്റർവ്യൂ ചെയ്യുന്ന ആള് അവർ വിളിക്കും. എന്തൊരു സ്നേഹമാണെന്ന് അറിയാം അവർക്ക്. ആണുങ്ങളെ അവർ തെറി വിളിക്കുന്നത് എന്താ കാര്യം? അവർ തലക്കിട്ട് അടിക്കുകയാണ് അവന്മാരുടെ. ആ തെറി അത്യാവശ്യമാണെന്ന് എൻ്റെ അഭിപ്രായം. ആണല്ലേ? എല്ലാ ആണുങ്ങൾക്കും അത് കിട്ടണമെന്നുണ്ടോ? എല്ലാവർക്കും നല്ല മോശം ചൊറിയാൻ പോകുന്നവർക്കിട്ടാണ് തെറി പറയുന്നത്. അത് ശരിയാണ്. ഇതിൽ ജാതി ഏറ്റവും നന്നായി പ്രവർത്തിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്ന മേഖല ഏതാണ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ മലബാറിനെ കുറിച്ച് എന്താണ് അക്ഷയുടെ അഭിപ്രായം? യെസ്, എനിക്ക് ബേസിക്കലി ഞാൻ അവിടെ ജനിച്ചു വളർന്ന ഒരാളായതുകൊണ്ടായിരിക്കാം എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഉണ്ട്, ഒരു സമയത്ത് ഉണ്ടായിരുന്നു. ഞാനൊക്കെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്താ പറയുക, അച്ചമ്മയൊക്കെ ഉള്ള സമയത്ത് ആ സംഭവം അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആരാണ് എന്നുള്ളെങ്കിൽ ഗ്ലാസ് മാറ്റി വെക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പണിക്ക് വരുന്ന ആൾക്കാരുടെ ഒക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ പിന്നീട് ജാതി കറക്റ്റ് ചോദിക്കുന്ന ഒരു തരത്തിലേക്ക് ഞാൻ എത്തിയത് തിരുവനന്തപുരത്തൊക്കെ പോയ സമയത്താണ്. എനിക്ക് കൃത്യമായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഏത് ജാതിയിലുള്ള ആളാണെന്നുള്ളൊരു സാധനം എനിക്ക് ചോദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ഭാഗത്തിൽ എത്തിയപ്പോൾ എനിക്ക് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ അടുത്ത് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്. അതെ അതെ അതെ, അങ്ങനെ ആ ഒരു സമയത്ത് ഏതാ ജാതി എന്നുള്ളൊരു സാധനത്തിൽ നിങ്ങൾ ഏത് കൂട്ടരാന്നുള്ളൊരു സംഭവം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തോന്നിയത് എനിക്ക് തിരുവനന്തപുരം ആ ഭാഗത്തേക്കാണ്. ഈ ഭാഗത്ത് എന്നാലും ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ അറിയുന്നതുകൊണ്ടായിരിക്കാം മേ ബി. മീൻസ് അപ്പുറത്തും ഞാൻ ചോദിക്കാതെ മനസ്സിലാക്കും. ചിലപ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ വീട് വാടകയ്ക്ക് ചോദിക്കുമ്പോൾ ഈ ബ്രോക്കർ വന്നിട്ട്, ബ്രോക്കർ ഒരു സാധു മനുഷ്യനാണ്, അത് റെഡിയായിരുന്നു പക്ഷെ നിങ്ങൾക്ക് തരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇയാളോട് ചോദിച്ചു എന്തുകൊണ്ട് തരുന്നില്ല, ഞാൻ പറയിപ്പിച്ചു. അങ്ങനെയുള്ള ആളുണ്ട് ഇവിടെ ഉള്ള പരസ്യമായിട്ട് ചോദിക്കില്ല, പക്ഷെ ഉള്ളിൽ അതുണ്ടാവും. ശരി, അത് പ്രകടമായിട്ടില്ല. ഇത് പറഞ്ഞ പോലെ കുറച്ചുകൂടെ തെക്കോട്ട് പോകുമ്പോഴാണ് അത് പ്രകടമായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്ന. അത് അങ്ങനെ ചോദിക്കുന്ന ഒരു മോശം കാര്യമാണെന്ന് അവർക്ക് തോന്നുന്നില്ല. അതുകൊണ്ടായിരിക്കും നമ്മളത് ഉള്ളിൽ നമ്മൾ ഉണ്ടെങ്കിലും നമ്മൾ പ്രകടിപ്പിക്കുന്നത് കുറവാണത്. പക്ഷെ അവിടെ പോയാൽ അത് കറക്റ്റ് എന്താണെന്ന് അവരെ അറിയാനുള്ള ഒരു ആകാംക്ഷ എപ്പോഴും ചോദിക്കും, എന്താണെന്ന് ചോദിക്കും. പക്ഷെ അപ്പോഴാണ് നമ്മളും കുറച്ചുകൂടെ പ്രകടമായിട്ട് അതിനെപ്പറ്റി ബോധേഡാവുന്നത്. ഇവിടുന്ന് നമ്മൾ ആ ഒരു സാഹചര്യം നമ്മൾ അത്ര പ്രകടമായിട്ട് നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ കുറച്ചുകൂടെ തെക്കോട്ട് പോകുമ്പോൾ ഇതിനൊക്കെ ഇത്രയും വലിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്നത് ആ സമയത്ത്. പിന്നെ മറ്റ് തെക്കും വടക്കും തമ്മിലൊരു വ്യത്യാസം, പ്രകടമായ വ്യത്യാസം എനിക്ക് തോന്നുന്നത് തെക്കൻ കേരളത്തിൽ ജാതി സമുദായ സംഘടനകളുടെ സ്വാധീനം കൂടുതലാണ്. ഇവിടെ അതില്ല, ഇവിടെ തീരെയില്ല. ഇവിടെ സമുദായ സംഘടന എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ.
ഇപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടി മലബാറിൽ കേവലം രാഷ്ട്രീയ പാർട്ടിയല്ല, അതൊരു ഒരു പക്ഷേ ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെ കൊണ്ട് നടക്കണം. കൂടെ നടക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത്. അത് മുസ്ലിം ലീഗ് ആയാലും CPM ആയാലും ഒക്കെയാണ്. അതായത് കണ്ടിട്ടില്ല, ആംബുലൻസ് സർവീസ് നടന്നത് രാഷ്ട്രീയ പാർട്ടികൾ. അതിനുണ്ട് ഇവിടുത്തെ ആൾക്കാരെ രാഷ്ട്രീയമായിട്ട് പ്ലേസ് ചെയ്യുന്നതിൽ, സാംസ്കാരികമായി നാടിനെ ബിൽഡ് ചെയ്യുന്നതിൽ ഈ പാർട്ടികൾ വെച്ചിട്ടുള്ള പങ്ക് ചെറുതാണ്. അവരുടെ സംഘാടനങ്ങളിൽ, അവരുടെ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളിൽ, അവരുണ്ടാക്കിയിട്ടുള്ള ലൈബ്രറികൾ, അവർ മൂവ്മെന്റുകൾ, അതുപോലെ പാർട്ടിയോടുള്ള വിധേയത്വം മലബാറിൽ കൂടുതലാണ്. ഈ സംഗതി മിസ് ചെയ്യുന്ന ഒരു സ്ഥലത്താണ്. ശരിയാണത്, അത് വളരെ ശരിയാണ്. തെക്കുള്ളതിനേക്കാൾ പാർട്ടി വിധേയത്വം കൂടുതലാണ്. ഒരു പാർട്ടിയുടെ പ്രവർത്തകനാണെങ്കിൽ പാർട്ടി പറയുന്നതാണ്, അതിനപ്പുറത്തേക്ക് പാർട്ടിയെ ചോദ്യം ചെയ്യോ, പാർട്ടി നേതാക്കളെ ചോദ്യം ചെയ്യാനുള്ള പേടിയാണ്. മൊത്തത്തിലുള്ള ഞാൻ പറഞ്ഞു ഇവരുടെ കമ്മിറ്റ്മെന്റിന്റെ ഒരു ഭാഗം, വൻ കമ്മിറ്റ്മെന്റ് ആണ് ഇതിനോടുള്ള ഈ പറഞ്ഞ പോലെ അവരുടെ കൂടെ വളർന്നു വന്ന ഒരു സാധനമാണ്. പെട്ടെന്നൊന്ന് മാറി അങ്ങനെ ആശയമല്ല, അത് അവർ ജനിച്ചപ്പോൾ തന്നെ അവരുള്ള ആശയം അത് അങ്ങനെ മരണം വരെ എനിക്ക് അവരെ keep കോട്ടയത്ത് മിസ് ചെയ്തിട്ടുള്ള സംഗതിയായിട്ടത്. കോട്ടയത്തെ ഇപ്പം ഞാൻ എൻ്റെ സ്ഥലം എന്ന് വെച്ചാൽ ഞാൻ കേരള കോൺഗ്രസ് ആണ് അവിടുത്തെ ദീർഘകാലമായിട്ട് അവിടുത്തെ ഞങ്ങളുടെ അസംബ്ലിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പാർട്ടിയുടെ സ്വഭാവം അറിയാമല്ലോ. CPIM പോലൊരു പാർട്ടിക്കൊന്നും ആ നിലയ്ക്കുള്ള ഭയങ്കരമായ വേരോട്ടമുള്ള സ്ഥലത്തല്ല നമ്മൾ താമസിക്കുന്നത്. അതിൻ്റെതായ എല്ലാം, അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേതിലും സാംസ്കാരികമായ ഇടപെടൽ നടത്തുക, ആളുകളെ കൾച്ചറലി ഡെവലപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രോസസ്സിൻ്റെ പങ്കാളിത്തം വഹിക്കുക, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് പ്രവർത്തന രീതി അല്ലല്ലോ കേരള കോൺഗ്രസിനുള്ളത്. സോ അത് അവിടുത്തെ ആൾക്കാരുടെ എന്താ പറയുന്നത് മൊത്തത്തിലുള്ള ആറ്റിറ്റ്യൂഡിനെ, എല്ലാ തരത്തിലുള്ള സംസ്കാരത്തെയും ബാധിച്ചിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു. അല്ല, അത് കേരള കോൺഗ്രസിന്റെ മാത്രം പ്രശ്നമല്ല, തെക്ക് മൊത്തം വിഷയങ്ങളുണ്ട്. തെക്കമല്ല, ഇപ്പോൾ ഇടുക്കി ജില്ല, കോട്ടയം ജില്ല, മധ്യകേരളത്തിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറയുന്ന സാംസ്കാരിക പ്രവർത്തനം വളരെ കുറവായിരുന്നു. എൻ്റെ നാട്ടിലുള്ള ഒരു ലൈബ്രറിയിൽ ഞാൻ ആ കണ്ടുള്ള പുസ്തകം കോട്ടയം മുഷ്മദിൻ്റെയും ബാരൻ ബോസിൻ്റെയാണ്. വേറെ നല്ല പുസ്തകങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. ഈ ഒരു കൾച്ചറൽ ആക്ടിവിസം വളരെ കുറവാണ് മധ്യകേരളത്തിൽ. അതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. ശരിയാണ്. അത് ഞാൻ ഇവിടുത്തെ സാഹചര്യം അവിടുത്തെ മിസ് ചെയ്യുന്ന ഒരു പ്രധാന സംഗതിയാണ്. ഇവിടെ ഇപ്പോൾ എല്ലാ മൂലകളിലും നമുക്ക് ചിലപ്പോൾ ഇത്തരം ക്ലബ്ബുകളും കാണാൻ പറ്റും, ലൈബ്രറികളും അവിടെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇപ്പൊ അതൊക്കെ തീരെ കൾച്ചറൽ ആക്ടിവിറ്റീസിന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭാഗമാണ് മലബാർ ഭാഗം. മാത്രമല്ല അങ്ങനെ സ്പെഷ്യൽ ഒക്കേഷൻ അത് ഫാമിലി ഒക്കെ ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്ന പരിപാടിയൊക്കെ. അതിന്റെ ഹിസ്റ്റോറിക്കലി ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ മലബാർ ഭരിച്ചുകൊടുക്കുന്ന ബ്രിട്ടീഷുകാരാണല്ലോ. അപ്പോൾ ഇത് മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് അധികാരികളോട് ഒരു കാര്യം പറഞ്ഞാൽ അവിടെ പോകണം, മദ്രാസ് അസംബ്ലിയിൽ പോകണം. ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാൽ ഒരു നായ്ക്കുറുക്കനും കേൾക്കാനില്ല. ചിലപ്പോൾ ഒന്ന് ബ്രിട്ടീഷ് പട്ടാളം ഒന്ന് വെടിവെച്ചു കൊല്ലും. മറ്റൊരു തിരുവനന്തപുരത്തിൽ അങ്ങനെയല്ല, അവിടെ ഡയറക്റ്റ് ഭരണമാണല്ലോ, രാജാവിൻ്റെ തന്നെ നേർക്ക് തന്നെ ഭരണം. അപ്പോൾ പ്രതിഷേധിക്കുക. അപ്പോൾ മലയാളി മെമ്മോറിയലൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അത് അവിടുത്തെ തന്നെ പ്രശ്നം, അവിടെ തന്നെ സമരമാണ്. ഇവിടെ സമരം ചെയ്യാന്നുള്ളത് മാത്രമല്ല കേട്ടോ, ഒരു വിഷയത്തിൽ ഒരു അനീതി നടക്കുകയാണ്, അതിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് ഇപ്പോഴും മദ്രാസിലെ എവിടെയാണ് അധികാരിക്കുന്നൊരു തോന്നലാണ്. അങ്ങനെ ഒരു തോന്നലുണ്ടായി. ഇപ്പോൾ ഞാൻ ഇവിടെ നോക്കുക, ഇപ്പോൾ നല്ല റോഡിന് വേണ്ടി, സ്കൂളിന് വേണ്ടി സമരങ്ങളില്ല. അതുകൊണ്ടാണ് ഈ ഡെവലപ്മെൻറ്റ് കുറച്ചുകൂടി വൈകി മലബാറിലേക്ക് വരാനുള്ള കാരണം. ഞങ്ങൾക്കിത് വേണം എന്ന് പറയാനുള്ളൊരു ധൈര്യക്കുറവ് ഞങ്ങൾക്ക് വേണം. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു സ്ഥലം ഏലാമ്പ്ര, അവിടെ ഒരു സ്കൂളിന് വേണ്ടി ഒരാൾക്ക് സുപ്രീം കോടതി പോകേണ്ടത്. ഞങ്ങൾക്ക് ഇവിടെ ഒരു LP സ്കൂൾ വേണം. തെക്കൻ കേരളത്തിലൊന്നും അങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമില്ല. പോയിട്ട് MLA എടുത്ത് വിടുതേ അവിടെ സ്കൂൾ വയ്ക്കണം എന്ന് 10 നാട്ടുകാർ ഒരുമിച്ചിരുന്ന് പറഞ്ഞാൽ അവിടെ സ്കൂൾ വന്നിരിക്കും. ഇവിടെ എന്താണ്, ഒരു സ്ഥലത്ത് LP സ്കൂൾ വേണമെന്ന് പറഞ്ഞ് ഒരാൾ സുപ്രീം കോടതി പോയിരിക്കുന്നു. അത് മുടക്കാൻ വേണ്ടി സർക്കാർ ഒപ്പിലായിട്ട് പോയി തോന്നുന്നു. അതേസമയം തെക്കൻ കേരളത്തിൽ അങ്ങനെയല്ല. തെക്കൻ കേരളത്തിൽ 100 പേര് കൂടിയിട്ട് MLA എടുത്ത് വിടുതേ ഇവിടെ സ്കൂൾ വേണം കേട്ടോ എന്ന് പറഞ്ഞാൽ അയാൾക്ക് പേടിയാണ്. കാരണം അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഒരു റോഡ് കുണ്ടും കുഴിയായിട്ട് കിടന്നു. MLA പോയിട്ട് പറയുന്നത് ഇങ്ങനെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അയാൾ ചെയ്തിരിക്കും, ഏത് വിധേനയും കയ്യിൽ നിന്ന് കാശെടുത്താണെങ്കിലും ചെയ്യും. ഇല്ലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ നേതാക്കളെ ചോദ്യം ചെയ്യാനും ജനപ്രതിനിധികളെ ക്വസ്റ്റ്യൻ ചെയ്യാനും അവിടെയുള്ളവർ കുറേ കൂടി ആർജമുണ്ട്. ഇവിടുത്തെ പ്രശ്നം സ്വന്തം പാർട്ടിയിലെ നേതാവിനെ ചോദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പ്രൊട്ടസ്റ്റ് വിധേയത്വം കൂടുതലാണ്, കുറെ കൂടി പാർട്ടിയോടുള്ള വിധേയത്വം കൂടുതലാണ് ഇവിടെ. അത് ഈ പറഞ്ഞ സംഭവം കൂടിയാണ്. അതായത് മുഷിഞ്ഞ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. അതായത് പെട്ടെന്ന് അങ്ങ് എടുത്തടിച്ച പോലെ പറയാനോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിനെതിരെ അത് ചെറിയ രീതിയിലും തെറ്റാണെന്ന് തോന്നുന്നത് അതല്ല എന്ന് പറയാനേ വലിയ ബുദ്ധിമുട്ടാണ്. നോ പറയാൻ ബേസിക്കലി വലിയ ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. പ്രതിഷേധിക്കാൻ ഒരു നായ്ക്കുറുക്കനും ഇല്ല നേരത്തെ അജ്യൂസ് പറഞ്ഞല്ലോ. അതേക്കുറിച്ച് വന്നപ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നു. പിക്കപ്പ് വാൻ ഇവിടെ പറയുന്നത് നായ്ക്കുറുക്കനാണ്. അത് ജീപ്പും അല്ല, ലോറിയും അല്ല, രണ്ടുമല്ല, നായവല്ല, കുറുക്കനുമല്ല. അത് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നു. രേഖപ്പെടുത്തി പോകണല്ലോ എന്ന്. വെള്ളിമൂങ്ങ എന്നാണ് എന്റെ നാട്ടിൽ പറയുന്നത്. വെള്ളിമൂങ്ങ കാരണം മറ്റേ ഈ വണ്ടി ഉണ്ടല്ലോ, എന്താണ് പറയാ, ഈ ലോഡ് കയറ്റുന്ന ആപ്പേ പോലത്തെ വണ്ടികൾ ഉണ്ടല്ലോ, വെളുത്ത കളറുള്ള വണ്ടി, അതിന് വെള്ളിമൂങ്ങ എന്ന് വിളിക്കുക. വെള്ളിമൂങ്ങ ഞങ്ങളൊരു നായ്ക്കുറുക്കം വിളിച്ചാൽ മതിയല്ലോ, സാധനങ്ങളൊക്കെ അവിടെ എത്തിക്കാം. അതായത് സമുദായ സംഘടനകൾക്ക് വലിയ സ്വാധീനമാണ് തെക്കൻ കേരളത്തിൽ. അത് നമ്മൾ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ അതില്ല. ഇവിടെ ഇല്ലാത്തതിന്റെ കാരണം ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ആ റോള് വഹിക്കുന്നുണ്ടാണ്. അവിടെ SNDP NSS പോലുള്ള സംഘടനകൾ ഒരു മനുഷ്യന്റെ ലൈഫിൽ എൻറ്റയർലി അവരുണ്ടാവും. വെള്ളാപ്പള്ളിയും സുകുമാരനായിരുന്നു ഇവിടെ വലിയ നേതാക്കളല്ല. അല്ല, സ്വീകാര്യതയില്ല അവർക്ക്. സ്വീകാര്യത ഇല്ലാത്തതിന്റെ കാരണം അവരുടെ ജോലി ചെയ്യുന്ന ഇവിടെ രാഷ്ട്രീയ പാർട്ടികളാണ്.
അവരുടെ മനുഷ്യരുടെ എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന ഇവിടെ രാഷ്ട്രീയ പാർട്ടികളാണ്. സമുദായ സംഘടനകൾക്ക് റോളില്ല. അവിടെ പക്ഷെ അങ്ങനെയല്ല. ഒരേ സമയം CPM-ന്റെ ലോക്കൽ സെക്രട്ടറി ആയിരിക്കുകയും കരയോഗത്തിൽ പോവുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അവിടെ അത് പ്രശ്നമല്ല. ഇവിടെ അങ്ങനെ ഇല്ലല്ലോ. പാർട്ടിക്കാരാണെങ്കിൽ പാർട്ടിക്കാരനാണ്. ഇവിടെ അങ്ങനെ ഡിവൈഡും കുറവാണോ? ഇവിടെ NSS കരയോഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിനൊരു പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പരിപാടികൾ വളരെ കുറവാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കരയോഗത്തിനെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. NSS കരയോഗത്തിന്റെ ഓഫീസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. അത് SNDP ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. SNDP എവിടെയാണ്, SNDP-ന്റെ ഓഫീസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. അത് വളരെ വളരെ കുറവാണ്. ഇപ്പം നമ്മൾ ആലപ്പുഴ ഭാഗത്തേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഓഫീസുകളെങ്കിലും കാണാൻ പറ്റും. ഇതൊന്നും കാണാൻ പറ്റില്ല. എൻ്റെ നാട്ടിലൊന്നുമില്ല. എനിക്ക് പോലും വിസിബിൾ ആയിട്ടുള്ള ഒരു ഓഫീസ് പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് പറഞ്ഞ ശരിയാണ്. ഇവിടേക്ക് ഇപ്പോൾ ഉണ്ട്. അതുപോലെ ഒരു വ്യത്യാസമുണ്ട് ഇവിടുന്ന് പോയാൽ. ഇവിടെ ഈ EK AP സുന്നി തമ്മിലുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ വിവിധ സമുദായ സംഘടനകൾ അവരുടെ പരസ്പര എന്താ പറയുന്നത് ആശയ സംവാദങ്ങൾ, ഈ സംഗതി തെക്കൻ കേരളത്തിലില്ല. മുസ്ലിങ്ങളുടെ ഇടയിൽ അങ്ങനെയുള്ള തർക്കങ്ങളൊന്നുമില്ല. അതായത് മേ ബി പോപ്പുലേഷന്റെ ഒരു പോപ്പുലേഷൻ മാത്രമല്ല, അത് വേറെ തന്നെയാണ്. ഇവിടെ ഈ സമസ്തയിലുണ്ടായിരുന്ന പിളർപ്പ്, മുസ്ലിം ലീഗിലുള്ള ആശയ പ്രശ്നങ്ങൾ, മുസ്ലിം സമുദായ സംഘടനകൾ തമ്മിലുള്ള അടിയുണ്ടല്ലോ, അവിടെ അങ്ങനെയൊന്നും ഇല്ല. അവിടെ അങ്ങനെ സമുദായ സംഘടനകൾ തമ്മിലൊരു പ്രശ്നമില്ല. എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഈ വാർത്ത വായിക്കുന്ന കേൾക്കുമ്പോൾ എപ്പോഴും ചോദിക്കും, അപ്പോൾ അളിയാ ഈ സമസ്ത എന്ന് വെച്ചാൽ എന്താണ്? സമസ്ത എന്ന് വെച്ചാൽ എല്ലാം കൂടി എന്നൊരു അർത്ഥമല്ല മലയാളത്തിലുള്ളൂ. ഇവിടെ വരുമ്പോഴാണ് ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന സംഘടനയ്ക്കാണ് സമസ്ത എന്ന് പറയുന്നത്. അവന്റെ നോട്ടത്തിൽ സമസ്ത എന്ന് വെച്ചാൽ സമസ്ത കേരള നായന്മാർ, സമസ്ത കേരള മലയാളി, അതുപോലെ സമസ്ത ഒരു വാക്കാണ്. അപ്പോൾ അത് കേട്ടതിന് ശേഷം ഞാൻ വാർത്ത വായിക്കുമ്പോൾ എപ്പോഴും ഞാൻ ഒരു തവണയെങ്കിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയാൻ ശ്രമിക്കും. ഇല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവത്തില്ല. ഇവിടെ സമസ്ത ഇസ് ഓക്കെ, സമസ്ത എന്ന് പറഞ്ഞാൽ ഈ സംഘടന, മറ്റേതൊരു മലയാളം വാക്ക് മാത്രമാണ്. അപ്പോൾ ആ ഇത്തരം സ്പ്ലിറ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഈ പറഞ്ഞ പലതരത്തിലുള്ള സംഘടനകൾ, അവരുടെ സംവാദങ്ങൾ, ഈ സംഗതി നിങ്ങൾക്ക് തെക്കൻ കേരളത്തിൽ പോയി കാണാനേ പറ്റില്ല. എന്ന് വെച്ചാൽ അവിടെ സംഘടനാപരമായ ശൈഥില്യങ്ങൾ സീരിയസ്ലി ഇല്ല. അതെന്തായിരിക്കും അതിൻ്റെ ഒരു രാഷ്ട്രീയം എന്താണ്? അതായത് ഇവിടെ വരുമ്പോൾ നമ്മൾ ഹിന്ദു സംഘടനകൾ ഇവിടെ യുണൈറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ, സംഘടനകളല്ല അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ നിൽക്കുമ്പോൾ, മുസ്ലിം സംഘടനകളൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ അതെങ്ങനെ തിരിച്ചു വരുന്നത്? അവർക്കിടയിൽ ഇങ്ങനെ അല്ല. അതിൻ്റെ ഒരു കാരണം വെച്ചാൽ ഇവിടുത്തെ മതവിദ്യാഭ്യാസം നടത്തുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിൽ കാന്തപുര യോഗർ മുസ്ലിയാരുടെ ഫാക്ഷനാണ്. അവിടെ പക്ഷേ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ വേറെ ഒന്ന് തന്നെയുണ്ട്. അവർ പക്ഷേ ഇവരുടെ ആശയമല്ല പിന്തുടരുന്നത്. അവർ കുറെ കൂടി അവരുടെ ദക്ഷിണ കേരളയെ വിളിക്കുന്നത് ദാക്ഷിണ്യ കേരള എന്നാണ്. കുറെ കൂടി ദാക്ഷിണ്യമുള്ള ടോളറൻസ് ഉള്ള ആളുകളാണ്. അവരങ്ങനെ സംഘടന എന്താണ് കടുംപിടുത്തൊന്നുമില്ല. പള്ളികൾ, ഞങ്ങളുടെ സുന്നിപ്പള്ളി ഒന്നും നമുക്ക് അവിടെ കാണാനേ പറ്റില്ല. ഒരു പള്ളിയിൽ ഇവിടെയൊക്കെ സുന്നിപ്പള്ളി എന്ന് എഴുതണം. അവിടെ അങ്ങനെ ഒന്നും എഴുതി വെക്കുകയില്ല. മോശമായിട്ടാണ് ആളുകൾ കാണുന്നത്. പള്ളി എല്ലാവരുടേതാണെന്നുള്ളൊരു ധാരണയാണ് എല്ലാവർക്കും ഉള്ളത്. ആ ടോളറൻസ് അവിടെ ഉണ്ട്. അതാണ് എൻ്റെ പ്രശ്നം. മറ്റൊന്ന്, തെക്കൻ കേരളത്തിലെ മുസ്ലിങ്ങൾ കുറെ കൂടി ഈ ബ്രിട്ടീഷുകാർ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലല്ലായിരുന്നല്ലോ, തിരുവിതാംകൂർ രാജുവിനില്ലായിരുന്നു. അതുകൊണ്ട് ഈ പാശ്ചാത്യ വിദ്യാഭ്യാസം കുറച്ച് നേരത്തെ കിട്ടിയ ആളുകളാണ്. ഇവിടെ കുറച്ച് വൈകിയാണത് വരുന്നത്, ഈ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള അടി കാരണം. അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോഴും ഈ തെക്കൻ കേരളത്തിൽ അങ്ങനെ ഒരു കൊണ്ടുപിടിച്ച രീതിയിൽ ജാതീയതയൊക്കെ നിലനിൽക്കുന്നുണ്ടോ? കല്യാണങ്ങളിൽ, മരണച്ചടങ്ങുകൾ, അങ്ങനെയൊക്കെ ഉണ്ടോ? ജാതി ഞാൻ ഏറ്റവും കൂടുതൽ എവിഡൻ്റ് ആയിട്ട് കണ്ടല്ലോ ഒരേ ജില്ല പാലക്കാടാണ്. പാലക്കാട് നിങ്ങൾക്ക് വിസിബിളാണ്. വിസിബിൾ ആയിട്ടുള്ള സ്ഥലം പാലക്കാടാണ്. അല്ലാത്ത സ്ഥലത്ത് ഈ പറയുന്ന ജാതി കുശുമ്പും കുന്നായ്മയൊക്കെ ഉണ്ടെങ്കിലും ജാതി പ്രാക്ടീസ് ചെയ്യാൻ മടിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവിടെ പരസ്യമായിട്ട് ജാതി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ് പാലക്കാട്. പല സ്ഥലങ്ങളിലും ഇപ്പോഴും. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഒരു കഥ പറഞ്ഞാണ്, എൻ്റെ കൂടെ പഠിച്ച ആളാണ്. അവൾ കല്യാണം കഴിച്ച് ചെന്ന തറവാട്ടിൽ, അതൊരു ബ്രാഹ്മിൻ വീടാണ്, ഇവള് നായർ കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ ചെന്നപ്പോൾ അവിടുത്തെ വീട്ടിൽ അവിടെ പണിയാൻ വരുന്ന ആളുകൾ തമ്പ്രാട്ടി എന്ന് വിളിച്ചു. ഇവൾ അന്തം വിട്ടിട്ട് വാവുത്തിട്ട് ചിരിച്ചോണ്ട് ഓടിയെന്ന് എന്നോട് പറയാം. എനിക്ക് കേട്ട എന്തോ മാതിരിയായി പോയി, തമ്പ്രാട്ടി എന്ന്. ഇപ്പോഴും ഈ 21-ാം നൂറ്റാണ്ടിലാണ് അങ്ങനെയുള്ള ആളുകളൊക്കെ എപ്പോഴും ഉണ്ടല്ലേ പാലക്കാട്. പക്ഷെ എത്രയൊക്കെ വിസിബിൾ ആണോ ഈ പ്രാക്ടീസിങ്? ഇപ്പോഴും ഉണ്ട് അത് പല സ്ഥലങ്ങളിലും. പാലക്കാട് എല്ലാവരും എന്നല്ല, പല സ്ഥലങ്ങളിലുണ്ട്. അവർക്ക് ഗ്ലാസ് മാറ്റി ചെയ്യുന്ന ചായക്കടകളൊക്കെ ഉള്ള സ്ഥലമല്ലേ അത്? പിന്നെ ഇതാണ്, കുറെ തമിഴ്നാട് ബോർഡറാണ്, ഐത്തം, ഗോവിന്ദാപുരം നമ്മൾ റിപ്പോർട്ട് ചെയ്താണ്.